നമസ്കാരം. എൻ്റെ പേര് ക്ലാർമിന, അക്കാഡമിക് കൗൺസിലർ ഇഗ്നോ കൊച്ചിൻ. ഇന്ന് നമ്മളിവിടെ PPCC 131 ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജി ബ്ലോക്ക് 2 ആണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലോക്ക് 1 സൈക്കോളജി വാട്ട് ഇറ്റ് ഈസ് എന്ന് പറയുന്ന പോർഷനാണ് എടുത്തത്. അതിലൊരു യൂണിറ്റാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ സൈക്കോളജി എന്താണെന്നും ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജി, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് മുതലായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. നമ്മളുടെ വിഷയങ്ങളായി വന്നത്. ബ്ലോക്ക് 2 പെർസെപ്ഷൻ, ലേണിംഗ് ആൻഡ് മെമ്മറി. ഇതിൽ യൂണിറ്റ് 2 ആണത്. യൂണിറ്റ് 2 സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞ പോർഷനാണ് ഇന്നിപ്പം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഇതിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, നേച്ചർ ഓഫ് പെർസെപ്ഷൻ ആൻഡ് ഇറ്റ്സ് സ്കോപ്പ്, എന്താണ് പെർസെപ്ഷൻ്റെ ഒരു പ്രോസസ്സ്, പെർസെപ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പെർസെപ്ഷൻ ഓർഗനൈസേഷനിൽ പറയുന്ന ചില ലോസ് എന്തൊക്കെയാണ്, പെർസെപ്ഷൻ കോൺസ്റ്റൻസീസ്, പിന്നെ പെർസെപ്ഷൻ ഇല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലോക്ക് 1 നമ്മൾ സൈക്കോളജി എന്ന് പറയുന്ന വിഷയം ഒരു സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്സസ്, ഈ ഒരു ഡെഫിനിഷനാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മെൻ്റൽ പ്രോസസ്സസ്. പല മെൻ്റൽ പ്രോസസ്സസിൽ ഏറ്റവും മുഖ്യമായ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ സെൻസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെൻസ് ഓർഗൻസിൻ്റെ ആക്ടിവിറ്റീസ്, അതാണ് നമ്മൾ സെൻസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ കോൺഷ്യസ് ലെവലിലേക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, നമ്മുടെ സെൻസ് ഓർഗൻസ് വഴി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ സെൻസേഷൻസ് എന്ന് പറയും. അപ്പോൾ ഈ സെൻസേഷൻ ആണ് നമുക്ക് ആദ്യം ഉണ്ടാവുന്നത്. ഈ സെൻസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പെർസെപ്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ധാരണ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവുന്നത്. അപ്പം ആദ്യം നമ്മളുടെ ചുറ്റുമുള്ള ഒബ്ജക്ട്സിനെ കുറിച്ചിട്ടും ഇവൻസിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണ നമ്മൾക്ക് ഉണ്ടാവുന്നത് ഈ സെൻസേഷനിലൂടെയാണ്. അപ്പോൾ ഈ സെൻസേഷൻ എന്ന് പറയുമ്പോൾ അതൊരു അവയർനെസ് ആണ്. അവിടെ നമുക്ക് സംഭവിക്കുന്നത് സെൻസ് ഓർഗൻസിൽ ഒരു സ്റ്റിമുലേഷൻ വരുന്നു. ആ കിട്ടുന്ന എനർജി കൺവേർട്ട് ചെയ്തിട്ട് അത് ബ്രെയിനിലേക്ക് ആ ഇൻഫർമേഷൻ എത്തുന്നു. ആ ബ്രെയിൻ നമ്മൾ സെൻസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രോസസ്സാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർസെപ്ഷൻ സെൻസേഷൻ എന്ന് പറയുന്നത് അവയർനെസ് ആണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ അറിഞ്ഞത് അതിന് അത് ഓർഗനൈസ് ചെയ്യും, അതിനെ നമ്മളൊരു ധാരണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പെർസെപ്ഷൻ. സോ നമുക്കറിയാം 6 സെൻസസ് ആണ് നമുക്കുള്ളത്. ഐസ്, ത്രൂ ഐസ്, ഇയേഴ്സ്, നോസ്, സ്കിൻ ആൻഡ് ടങ്. അപ്പോൾ അതുവഴി നമ്മൾ കാണുകയും കേൾക്കുകയും ശ്വസിക്കുകയും അതുപോലെ നമ്മൾ ടച്ചിലൂടെയും നമ്മളെ ടേസ്റ്റിലൂടെയും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും അറിയുന്നു. അതിനെയാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സായിട്ട് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷനാണ് ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇൻവോൾവ്മെൻറ്റ് ഓഫ് സെൻസ് ഓർഗൻസ്. അപ്പോൾ അവിടെ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലൈ ഉണ്ടാവണം. അതാണ് നമ്മളൊരു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതാണ് ബ്രെയിനിലേക്ക് പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് അത് ഒരു നോളജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രയർ എക്സ്പീരിയൻസോ ഒരു നോളജോ വെച്ചിട്ട് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് നമുക്ക് ഒരു ലൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സൗണ്ട് വേവ്സിൽ നിന്നോ ഹീറ്റിൽ നിന്നോ ഒരു ടച്ചിൽ നിന്നോ നമുക്ക് കിട്ടുന്നത് ഫിസിക്കൽ എനർജിയാണ്. അപ്പം ഈ ഫിസിക്കൽ എനർജിയാണ് പിന്നീട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുമ്പം ഐസ്, ഇയർ, സ്കിൻ, നോസ്, ടങ്, ഇത് നമുക്ക് വിഷനും ഹിയറിംഗ് സെൻസ്, സ്കിൻ സെൻസ്, സ്മെൽ ആൻഡ് ടേസ്റ്റ്, ഈ സെൻസേഷൻസ് നമുക്ക് തരുന്നു. ഇനി ഈ വരുന്ന ഈ ഫിസിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആക്കുന്നു. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് നമ്മളുടെ CNS അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തുന്നത്. അവിടെ അപ്രോപ്രിയേറ്റ് ഏരിയയിലേക്ക് എത്തുന്നു, സെർബ്രൽ കോർട്ടെക്സിന്റെ അപ്രോപ്രിയേറ്റ് ഏരിയയിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് നമ്മൾക്ക് പല കാര്യങ്ങളും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മളുടെ ബിഹേവിയറും നമ്മളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം സംഭവിക്കുന്നത് ഈ ഒരു പെർസെപ്ഷന് ശേഷമാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ നമ്മളുടെ സെൻസിനെ പറ്റി പറയുന്നത് വിഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ വിഷനിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ സ്റ്റിമുലസ് ഉണ്ടാവുന്നു. കാഴ്ചയ്ക്ക് ഒരു വസ്തു അവിടെ ഉണ്ടാവുന്നു. അത് നമ്മുടെ ആ ലൈറ്റ് എനർജി നമ്മളുടെ പ്യൂപ്പിൾ എന്ന് പറയുന്ന ഒരു സ്മോൾ ഹോൾ വഴി നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. കണ്ണിൽ നിന്ന് അത് നേരെ ഫോട്ടോ സെൻസിറ്റീവ് സർഫസിലേക്ക് ചെല്ലുന്നു. റെറ്റിനയിൽ അത് പോയി പതിയുന്നു. അവിടുന്ന്
ബ്രെയിനിലേക്ക് എത്തുന്നു, ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് എത്തുന്നു. പിന്നീട് പറയുന്നത് വിഷ്വൽ അക്വിറ്റിയെ കുറിച്ചിട്ടാണ്. വിഷ്വൽ അക്വിറ്റി എന്ന് പറയുമ്പോൾ ഇമേജ് റെറ്റിനയുടെ ഫ്രണ്ടിലേക്ക് വീഴുകയാണെങ്കിൽ, ഫോക്കസ് ഫ്രണ്ടിലേക്ക് വീഴുകയാണെങ്കിൽ അതിനെ നമ്മൾ നിയർ ഓർ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്നു. അതുപോലെ ഐബോൾ ഷോർട്ട് ആവുന്ന സമയത്ത് സംഭവിക്കുന്നത് ആ ഇമേജ് റെറ്റിനയുടെ ബിഹൈൻഡ് പുറകിലേക്ക് വീഴുന്നു. അങ്ങനെയാണ് നമുക്ക് ഫാർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് സംഭവിക്കുന്നത്. ഇതിനെയാണ് വിഷ്വൽ അക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ വിഷ്വൽ അക്വിറ്റി പ്രോപ്പർ ആണെങ്കിൽ കറക്റ്റ് നമ്മൾ റെറ്റിനയിൽ തന്നെ ആ ഇമേജ് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴാണ് ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് സംഭവിക്കുന്നത്. പിന്നെ ഏജ് വർദ്ധിക്കും തോറും നമ്മളുടെ ഈ വിഷ്വൽ അക്വിറ്റി എന്ന് പറയുന്ന നമ്മളുടെ ഈ കപ്പാസിറ്റിയിൽ ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ നമ്മുടെ വിഷനിലും ചില വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. ഇനി നമ്മളുടെ വിഷൻ പറയുമ്പം അതിനകത്ത് റെറ്റിനയിൽ യെല്ലോ സ്പോട്ടിലാണ് ഏറ്റവും കൂടുതലും റോഡ്സും കോൺസും ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് സെൽസ് ഉള്ളത്. അതിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒരു വിഷ്വൽ അക്വിറ്റിയുടെ ഒരു പോസിബിലിറ്റി ഇല്ല. നെർവ്സ് ഐയുടെ പല നെർവ്സും കൺവേർജ് ചെയ്തിട്ട് ഒപ്റ്റിക് നെർവിലേക്ക് പോകും. ഒപ്റ്റിക് നെർവ് ഫോം ചെയ്യുന്ന ആ ഒരു പോർഷനിലാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് വരുന്നത്. അവിടെ നമുക്കൊരു വിഷനും പോസിബിൾ അല്ല. അടുത്തത് ഹിയറിംഗ് ആണ്. ഹിയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സൗണ്ടിനെ ഡിറ്റക്ട് ചെയ്യാണ്. എക്സ്റ്റേണൽ വേൾഡ് വഴി നമ്മൾ ആ സൗണ്ടിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹിയറിംഗ് എന്ന് പറയുമ്പോൾ. അപ്പം ഹിയറിംഗിൽ എന്താണ് സംഭവിക്കുന്നത്? ഹിയറിംഗിന്റെ ഒരു സൗണ്ടിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് പിച്ച്, ലൗഡ്നെസ്, ടിംബർ. ഇത് 3ആണ് നമ്മളുടെ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. സോ നമ്മൾക്ക് കിട്ടുന്ന ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ സൗണ്ട് ഇയർ ഡ്രമ്മിലേക്ക് അടിക്കുന്നു. അവിടുന്ന് അതാണ് നമ്മളുടെ ഔട്ടർ ഇയറിൽ നിന്ന് പിന്നെ അത് മിഡിൽ ഇയറിലേക്ക് വരുന്നു, ഇയർ ഡ്രമ്മിലേക്ക് അടിക്കുന്നു. പിന്നെ അവിടുന്ന് ആ വൈബ്രേഷൻ മാലിയസ് ഇൻകസ് സ്റ്റേപ്സ് വഴി അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കോക്ലിയ വഴി അത് പോയി ഓഡിറ്ററി നെർവിലേക്ക് എത്തുന്നു. ഓഡിറ്ററി നെർവിൽ നിന്ന് അത് CNSലേക്ക് പോകുന്നു. അതാണ് ഹിയറിംഗിന്റെ ഒരു പ്രോസസ്സ് പറയുന്നത്. ദെൻ സ്മെല്ല് നമുക്കറിയാം. നമുക്ക് സ്മെല്ല് എന്ന് പറയുന്നത് നമുക്ക് ആ നോസിലേക്ക് ഈ നോസിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റിസപ്റ്റർ സെൽസിലേക്ക് ആണ് നമ്മൾ ഈ സ്മെല്ല് വരുന്നത്. അപ്പം അവിടെ നമ്മുടെ മ്യൂക്കസുമായിട്ട് ഇത് ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു കെമിക്കൽസ് ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കെമിക്കൽസ് ഓൾഫാക്ടറി ബൾബ് വഴി ഓൾഫാക്ടറി ഏരിയ ഓഫ് ദ കോർട്ടെക്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അറിയാം, നമ്മൾക്ക് ഹ്യൂമൻസിന് ഉള്ളത് 50 മില്യൺ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണെങ്കിൽ ഡോഗ്സിന് 200 മില്യൺ അതുപോലത്തെ റിസപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഡോഗ്സിന് പൊതുവെ കൂടുതൽ സെൻസിറ്റീവ് ആണ് സ്മെല്ലിനോടെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അവർക്ക് അത്രയും ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട്, ബ്രെയിനിലേക്ക് അത്രയും കൃത്യമായിട്ട് അവർക്ക് ഇൻഫർമേഷൻ എത്തുകയാണ് ചെയ്യുന്നത്. അടുത്തത് ടേസ്റ്റ് ആണ്. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടേസ്റ്റ് ശരിക്കും നമ്മൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ നാക്കിന് ചുറ്റും ഉള്ള ടേസ്റ്റ് ബഡ്സിലാണ്. അപ്പോൾ ഈ ടേസ്റ്റ് ബഡ്സ് അപ്പർ സർഫസിലും അതുപോലെ സൈഡിലും സ്കാറ്റർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ ടേസ്റ്റ് ബഡ്സിൽ ഒരുപാട് റിസപ്റ്റർ സെൽസ് ഉണ്ട്. അപ്പോൾ ഈ റിസപ്റ്റർ സെൽസ് ആണ് ഈ നമ്മൾക്ക് ഏതാണ് നമ്മൾക്ക് കിട്ടിയ രുചി എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ നമ്മൾ ടേസ്റ്റ് ബഡ്സിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ടിപ്സിലും അതുപോലെ സൈഡ്സ് ഓഫ് ദ ടങ്ങിലുമാണ് സെൻസിറ്റിവിറ്റി ടു സോൾട്ട്, ഉപ്പ് രസം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നാക്കിന്റെ തുമ്പത്തും സൈഡിലുമാണ്. അതുപോലെ സോർ അല്ലെങ്കിൽ പുളിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് ഓഫ് ദ ടങ്ങിലും അതുപോലെ ബിറ്റർ ബാക്ക് ഓഫ് ദ ടങ്ങിലുമാണ്. അതാണ് നമ്മൾ എന്തെങ്കിലും രുചി ചെയ്യുമ്പോൾ കയ്പ്പ് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ടാണ് അറിയുക, ബിറ്റർ ഓൺ ദ ബാക്ക് ഓഫ് ദ ടങ്. ദെൻ സ്വീറ്റ് ആണ്. സ്വീറ്റ് പല ഷുഗേഴ്സ് കൊണ്ടാണ് ഈ സ്വീറ്റ് വരുന്നത്. അപ്പോൾ സാക്രിൻ, അപ്പോൾ അതൊരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഷുഗറിനേക്കാളും വ്യത്യസ്തമാണ്. പിന്നീട് വരുന്നത് സ്കിൻ സെൻസസ് ആണ്. ദ സെൻസേഷൻ ഓഫ് ടച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. അപ്പം സ്കിന്നിൻ്റെ സെൻസേഷൻ വരുമ്പോൾ അവിടെ പ്രഷർ ഒരു ഭാഗമാണ്, വാംത്ത്, കോൾഡ്, പെയിൻ, ഈ 4 കാര്യങ്ങളാണ് സ്കിൻ സെൻസസിൽ വരുന്നത്. അതിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ലിപ്സ്, ഫിംഗർ, ഹാൻഡ്, ടിപ്സ് ഓഫ് ദ ടങ്. ഈ 4 ഏരിയ ആണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ എന്ന് നമ്മൾ പറയുന്നത്.
പിന്നീട് വരുന്നത് കൈനസ്തെറ്റിക് സെൻസ് എന്ന് പറയുന്നതാണ്. കൈനസ്തെറ്റിക് സെൻസ് ആണ് ശരിക്കും എൻ്റെ കൈ ഇപ്പോൾ എവിടെയാണ്, എൻ്റെ കാല് എവിടെയാണ്, അതിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇതിനെക്കുറിച്ചിട്ടുള്ള സെൻസസ് നമുക്ക് തരുന്നതാണ് കൈനസ്തെറ്റിക് സെൻസസ്. ഈ സെൻസസ് ഏറ്റവും നല്ലോണം ഉള്ളവരാണ് ഇപ്പോൾ പെർഫോമൻസ്, ഡാൻസ് പെർഫോമേഴ്സ് ഒക്കെ. അവർക്ക് ഈ സെൻസസ് വളരെ കൃത്യമായിട്ട് കൂടുതൽ നന്നായിട്ട് അവർക്ക് ആ കൈനസ്തെറ്റിക് സെൻസസ് ഉള്ളവരായിരിക്കും. സോ ഈ കൈനസ്തെറ്റിക് സെൻസസ് ആണ് ശരിക്കും നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. നമ്മുടെ പൊസിഷൻ, മസിൽസിന്റെ പൊസിഷൻ, നമ്മുടെ ജോയിൻസിന്റെ പൊസിഷനെ കുറിച്ചിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ തരുന്നത് കൈനസ്തെറ്റിക് സെൻസസ് ആണ്. ഇപ്പൊ നമ്മളൊന്ന് കണ്ണടച്ച് നമ്മളുടെ വിരല് നമ്മളെ ചുണ്ടത്ത് വെച്ചാൽ നമുക്കറിയാം നമ്മളുടെ വിരലും നമ്മുടെ ചുണ്ടും എവിടെയാണ്, ആ പൊസിഷൻസ്, പാർട്ട്, ബോഡിയുടെ ഏത് പൊസിഷനിലാണ്, ഏത് പാർട്ടിലാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു. ഈ ഒരു ഇൻഫർമേഷനെയാണ്, ഈ ഒരു സെൻസിനെയാണ് നമ്മൾ കൈനസ്തെറ്റിക് സെൻസസ് എന്ന് പറയുക. സോ കൈനസ്തെറ്റിക് റിസപ്റ്റേഴ്സും മസിൽസിൽ തന്നെയാണുള്ളത്, വിച്ച് സെൻഡ് ദ ഇൻഫർമേഷൻ ടു ദ ബ്രെയിൻ. അത് ബ്രെയിനിലേക്ക് ആ ഇൻഫർമേഷൻ കൊടുക്കും. റിസപ്റ്റേഴ്സ്, ഈ സ്കിന്നിലുള്ള റിസപ്റ്റർ സെൽസ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അതുപോലെ ജോയിൻസിലും റിസപ്റ്റർ സെൽസ് ഉണ്ട്. ദീസ് കൈനസ്തെറ്റിക് റിസപ്റ്റേഴ്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ബോഡി മൂവ്മെന്റ്. അപ്പൊ കൈനസ്തെറ്റിക് സെൻസസ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മളുടെ ബാലൻസും അതുപോലെ നമ്മുടെ ബോഡിയുടെ ഇക്വിലിബ്രിയത്തിനെയും അത് എഫക്റ്റ് ചെയ്യും. So when this sensitivity is destroyed, one may not be in a position to maintain balance in the body parts. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് വേച്ച് പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ, നമ്മുടെ ആ ബോഡി മൂവ്മെന്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ സംഭവിക്കാറുണ്ട്. ഇത്രയാണ് നമ്മളിപ്പോൾ സെൻസസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചയിലൂടെയും നമുക്ക് കേൾവിയിലൂടെയും നമ്മൾ രുചിച്ചും മണത്തും അതുപോലെ നമ്മൾ സ്പർശിച്ചും നമ്മൾ എല്ലാ സെൻസസും നമുക്ക് കിട്ടുന്നു. ആ സെൻസസിൻ്റെ ഇൻഫർമേഷൻ ഓഡിറ്ററി നെർവ് വഴിയും ഓൾഫാക്ടറി ബൾബ് വഴിയും അതുപോലെ ഒപ്റ്റിക് നെർവ് വഴിയൊക്കെ നമ്മളുടെ ബ്രെയിനിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തുന്നു. ഇൻഫർമേഷൻ എത്തിക്കഴിഞ്ഞാൽ അത് ഇന്നതാണ് എന്ന് ഒരു മീനിങ് കൊടുക്കുകയും അതിനനുസരിച്ച് അതിനെ ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അടുത്ത് വരുന്നത് പെർസെപ്ഷൻ. സോ പെർസെപ്ഷൻ്റെ നേച്ചറും സ്കോപ്പും ആണ് പറയുന്നത്. ഒരു സൗത്ത് ആഫ്രിക്കൻ മൂവിയുണ്ട്, 1980 ഇറങ്ങിയ മൂവിയാണ്, ഗോഡ്സ് മസ്റ്റ് ബി ക്രേസി. അപ്പം ആ മൂവിയിൽ കാണുന്നത് ഹെലികോപ്റ്ററിൽ കോള കുടിച്ചിട്ട് ഈ കുപ്പി താഴേക്ക് ഇടുകയാണ്. അപ്പൊ കാലിക്കുപ്പി താഴേക്ക് ഇടുമ്പോൾ ഇത് ദൈവം തന്നതാണ് ഈ കുപ്പി എന്ന് പറഞ്ഞിട്ട് ഈ കുപ്പി പല കാര്യങ്ങളിൽ ഉപയോഗിക്കുകയും ഈ കുപ്പിക്ക് വേണ്ടി അടിയുണ്ടാക്കുകയും ഒടുവിൽ ഈ കുപ്പി വലിച്ച് മുകളിലേക്ക് ദൈവം തന്നെ തിരിച്ചെടുത്തോട്ടെ എന്ന് പറയുമ്പോൾ ഈ കുപ്പി മുകളിലേക്ക് എറിയുന്നു, കുപ്പി നേരെ താഴെ വീഴുന്നു, വീണ്ടും എറിയുന്നു. അപ്പൊ വേറെ ഒരു കുഞ്ഞിന്റെ തലയിലേക്ക് അത് വന്ന് വീഴുന്നു. അപ്പൊ കൊച്ചു കരയുന്നു. അപ്പം ഈ ദൈവം എന്തിനാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തന്നത് എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മളുടെ എക്സ്പീരിയൻസസ് ആണ്. നമ്മൾ എന്താണ് വേൾഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, അത് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ എക്സ്പീരിയൻസസ് അനുസരിച്ചിട്ടാണ്. അപ്പം ഇവർ ഈ കുപ്പി കണ്ടിട്ടില്ല, അപ്പൊ മേളിൽ ഹെലികോപ്റ്റർ പോകുന്നത് കാണുന്നില്ല. അപ്പൊ ദൈവം മേളിലാണ് ഇരിക്കുന്നത്, മേളിൽ നിന്ന് ഈ കുപ്പി എറിഞ്ഞ് താഴേക്ക് വന്ന് വീണു. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അവർക്ക് വേൾഡിനെ കുറിച്ചിട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ പെർസെപ്ഷൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പം അവിടെ എക്സ്പീരിയൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മളുടെ പ്രയർ എക്സ്പീരിയൻസും നോളജും അനുസരിച്ച് നമ്മളുടെ ധാരണകൾ വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇനി അറ്റൻഷൻ്റെ ഒരു ഫോക്കസ് പറയുമ്പോൾ അതിന് ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. നമ്മൾ എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാറില്ല. പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചും അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, വേണ്ടാത്തത് നമ്മൾ കളയുന്നു. ഇതാണ് നമ്മളുടെ ഒരു പ്രോസസ്സ് വരുന്നത്. അതിപ്പോൾ ഒരു ഫിൽറ്ററിങ് പ്രോസസ്സാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഫിൽറ്റർ ചെയ്യാനായിട്ട് പല കാരണങ്ങളുണ്ട്. എൻ്റെ ഇൻട്രസ്റ്റ് ഇതല്ല, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. എനിക്ക് അതിനോടൊരു മോട്ടിവേഷൻ ഇല്ല, അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് ആവശ്യമില്ല, അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഞാൻ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. വളരെ ബ്രൈറ്റ് ലൈറ്റ് ആയിരുന്നു, ഞാനിപ്പോൾ എൻ്റെ എൻ്റെ കണ്ണാകെ വല്ലാതെ ആയിപ്പോയി. അപ്പോൾ ആ ബ്രൈറ്റ് ലൈറ്റ് എൻ്റെ കണ്ണിൽ അടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അത് അറിഞ്ഞു. അതുപോലെ 5 പേരിരിക്കുന്നു അല്ലെങ്കിൽ ക്ലാസ്സിൽ 10 പേരുണ്ടെങ്കിൽ ഈ 10 പേരിൽ ഒരാളുടെ ഹൈറ്റ് മാത്രം വളരെ കൂടിയായിട്ട് നിൽക്കുന്നു. അപ്പം ഒരു കോൺട്രാസ്റ്റ് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അതുപോലെ അബ്നോർമൽ സൈസിൽ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അബ്നോർമൽ സൈസിൽ വന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ നാളെയാണ് അത് നാളെയാണെന്ന് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല. അതുകൊണ്ടാണ് ലോട്ടറിക്കാർ റിപ്പീറ്റ് ചെയ്ത് നാളെയാണ് ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം പറയുമ്പോൾ ആ റെപ്പിറ്റേഷൻ ആണ് നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതുപോലെ പുതിയൊരു സാധനം, പല
പഴയ സാധനങ്ങളുടെ ഇടയിൽ പുതിയൊരു സാധനം. അതുപോലെ എല്ലാ ചിരിച്ച മുഖത്തിന്റെ ഇടയിലും ഒരു വാടിയ മുഖം കാണുമ്പോൾ നമ്മൾ ആ വാടിയ മുഖം എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പൊ എന്തോ ഒരു കോൺട്രാസ്റ്റ് വരുമ്പം, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു സാധനം, ഇപ്പൊ മൂവിങ് പിക്ചറും അല്ലാതെ ഒരു സ്റ്റേഷനറി പിക്ചറും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഫോക്കസ് ആ മൂവിങ് പിക്ചറിലേക്ക് പോകുന്നു. അപ്പൊ ബ്രൈറ്റർ ആയിട്ടുള്ള കളറും അതുപോലെ ലൗഡർ ആയിട്ടുള്ള സൗണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും വരുമ്പം അത് അറ്റൻഷൻ ക്യാച്ച് ചെയ്യുന്നു. അപ്പം ഇതാണ് ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വിശന്നിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾക്ക് മണങ്ങളും രുചികളും ഒക്കെ വളരെ കൂടുതലായിട്ട് വരും. നമ്മൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഹോട്ടലിന്റെ പേരുകളൊക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. സോ അങ്ങനെ എന്താണോ നമ്മളുടെ അവസ്ഥ അതനുസരിച്ച് നമ്മളുടെ ശ്രദ്ധകളും നമ്മളുടെ ആ ഒരു പെർസെപ്ഷനും എല്ലാത്തിനും ഇത് എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി പ്രോസസ് ഓഫ് പെർസെപ്ഷൻ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സെലക്ട് ചെയ്യുന്നു, നമ്മളത് ഓർഗനൈസ് ചെയ്യുന്നു, നമ്മളതിന് ഒരു മീനിങ് കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് പ്രോസസ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ. സ്റ്റേജ് 1 സെലക്ഷൻ എന്ന് പറയുമ്പോൾ അറ്റൻഡഡ് സ്റ്റിമുലസ് ആണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് അറ്റൻഡ് ചെയ്തത്, ചിലപ്പോൾ അത് അൺകോൺഷ്യസ് ആയിട്ടായിരിക്കും അറ്റൻഡ് ചെയ്യുക, ചിലപ്പോൾ കോൺഷ്യസ് ആയിട്ടായിരിക്കും അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ നമ്മളൊരു പാട്ട്, ചിലപ്പോൾ നമ്മൾ ആ പാട്ട് മൂളുമ്പോൾ ഞാൻ ഇതെപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഈ പാട്ട് വന്നതെന്ന് ഓർക്കുമ്പം എവിടെയെങ്കിലും ചിലപ്പോൾ നമ്മൾ കേട്ടുപോയിട്ടുണ്ട്. അപ്പം ഏതോ ഒരു സബ്ലിമിനൽ പെർസെപ്ഷൻ വഴിയെങ്കിലും നമ്മളുടെ ശ്രദ്ധയിലേക്ക് പെട്ടതായിരിക്കും നമ്മൾ പിന്നീട് ആ പാട്ട് നമ്മൾ മൂളുന്നത്. സോ എവിടെയെങ്കിലും ഒരു സെലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമ്മളൊന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളുടെ പെർസെപ്ഷനിൽ കാണിക്കും. അടുത്തത് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ കിട്ടിയ ഇൻഫർമേഷനെ നമ്മൾ മീനിങ് ഫുൾ പാറ്റേണിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓർഗനൈസേഷൻ. അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്, ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. നമ്മളത് പഠിക്കും, അടുത്ത പോർഷൻ നമ്മൾ അതിനകത്ത് പഠിക്കാം. ദെൻ അടുത്തത് നമുക്ക് കിട്ടിയ ആ മീനിങ് അനുസരിച്ച് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഇന്റർപ്രിട്ടേഷനിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവൻ ശരിയല്ല, അവൻ പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അവൾ പറയുന്നത് ശരിയല്ല, ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്, എൻ്റെ ആവശ്യം ഇതല്ലായിരുന്നു, എൻ്റെ ഒരു വിശ്വാസം ഇതല്ലായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നതും ഇതെല്ലാം നമ്മൾ ആ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പം ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നു, പിന്നെ ഓർഗനൈസ് ചെയ്യുന്നു, പിന്നെ ഇന്റർപ്രിട്ടേഷൻ. ഇങ്ങനെ 3 പ്രോസസ്സാണ്, ഇങ്ങനെ 3 സ്റ്റേജസ് ആണ് പെർസെപ്ഷനിൽ വരുന്നത്. സോ ഇത് സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. പെർസെപ്ഷൻ ഇൻപുട്ട്, അതായത് സെൻസ് ഓർഗൻസിൽ നിന്നും സ്റ്റിമുലൈ നമ്മളുടെ ആ ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തുന്നു. പിന്നെ പെർസെപ്ഷൻ പ്രോസസ്സ്, നമ്മൾ അതിനെ സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നു, അത് ഓർഗനൈസ് ചെയ്യുന്നു, അതിനൊരു മീനിങ് കൊടുക്കുന്നു. ഒടുവിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഞാൻ ഒന്നില്ലെങ്കിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡും ബിലീഫും അതനുസരിച്ച് ആകുന്നു. ഇതാണ് സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ. ദെൻ അടുത്തത് തിയററ്റിക്കൽ അപ്രോച്ചസ് ടു പെർസെപ്ഷൻ. അതാണ് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് ആൻഡ് ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അപ്രോച്ചസ് ടു പെർസെപ്ഷൻ ആണ്. ബോട്ടം അപ്പ് പ്രോസസ്സിംഗ്, ദെൻ ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ്. ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റ കിട്ടുന്നു, ഇതിനെ ഡാറ്റ ഡ്രിവൻ പ്രോസസ് എന്ന് കൂടി പറയാറുണ്ട്. സോ നമ്മൾക്ക് ഡാറ്റ കിട്ടുന്നു, നമ്മളിപ്പം ഈ സ്ക്രീനിൽ ഞാൻ വായിക്കുന്നു, ഈ വായിക്കുന്നതനുസരിച്ച് ഞാൻ പറയുന്നു. അപ്പം എനിക്ക് വേണ്ട ഡാറ്റ എനിക്ക് കിട്ടുന്നുണ്ട്. ആ ഡാറ്റ എനിക്ക് കറക്റ്റ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നുണ്ട്. ആ ഡാറ്റയാണ് ഞാൻ അവിടെ ബിലീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ആ ഡാറ്റയിലാണ് ഞാൻ വിശ്വസിച്ച് പോകുന്നത്. സോ അതാണ് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ദെൻ ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് നേരെ തിരിച്ചാണ്. ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ എക്സ്പീരിയൻസസ് ആണ് വരുന്നത്. ഇപ്പം ഇതിനകത്ത് പെർസെപ്ഷൻ എന്ന് പറയുന്ന വാക്കിൽ PERCEPTION എന്നാണെങ്കിൽ പോലും ഞാൻ അതിന് പെർസെപ്ഷൻ എന്ന് വായിക്കും. ബിക്കോസ് എൻ്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് അവിടെ ഉണ്ട്, എൻ്റെ പ്രയർ നോളജ് അവിടെ ഉണ്ട്. അപ്പം ഈ ടോപ്പ് ഡൗൺ പ്രോസസ്സിങ്ങും ബോട്ടം അപ്പ് പ്രോസസ്സിങ് ഇത് രണ്ടും നമ്മൾ ഒരേ സമയത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പല രീതിയിലായിട്ട് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത്. ഇത് ഒന്നും ഉള്ളവർക്ക് വേറെ ഒന്നുമില്ല, അങ്ങനെയല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്. 2 സിറ്റുവേഷൻസിലും ചിലപ്പോൾ നമ്മൾ ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. അതാണ് ഈ 2 പ്രോസസ്സ് ഈ തിയറിറ്റിക്കൽ അപ്രോച്ചസിൽ പറയുന്നത്. അടുത്തത് അറ്റൻഷൻ്റെ ഒരു റോളാണ്. നമ്മൾ 2 രീതിയിലാണ്. ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ സെലക്ട് ചെയ്യുന്ന സാധനത്തിന് സെലക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റിമുലസ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിമുലസിനോട് നമ്മൾ ഫോക്കസ് ചെയ്ത്, അത് ഞാനൊന്ന് ശ്രദ്ധിച്ചു, അവിടെ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിച്ചപ്പം അതൊരു കുഞ്ഞിൻ്റെ കരച്ചിലാണ്, എൻ്റെ കുഞ്ഞ് കരയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ആ സസ്റ്റെയിൻഡ് അറ്റൻഷനാണ് അവിടെ വരുന്നത്. അപ്പം സെലക്ട് ചെയ്യുന്നു, ആ സസ്റ്റെയിൻഡ് അറ്റൻഷൻ വരുന്നു. ഈ 2 പ്രോസസ്സ് അവിടെ വരുന്നു. അതാണ്
പെർസെപ്ഷനിൽ അറ്റൻഷൻ്റെ ഒരു റോളാണ് പറയുന്നത്. ഈ അറ്റൻഷൻ ഇല്ലാതെ പെർസെപ്ഷൻ ഉണ്ടാവുന്നില്ല. അടുത്തത് ലോസ് ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുന്നത്. ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത് ഹോൾ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. പാർട്ട് എന്നല്ല പാർട്സ് എന്നാണ്. അതായത് നമ്മൾ കുറേ വരകൾ ചേർന്ന് വെക്കുന്നതല്ല, അത് മൊത്തമായിട്ട് അതിൻ്റെ ഒരു മീനിങ് വരുമ്പോൾ എന്നുള്ളതാണ് ഈ ജസ്റ്റാൾട്ട് സൈക്കോളജി അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിളിൽ പറയുന്നത്. സോ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്ട്. സോ അതിൽ 3 മെയിൻ സൈക്കോളജിസ്റ്റ് ആണ്, ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആണ്, മാക്സ് വെർത്തിമർ, വോൾഫ്ഗാങ് കോഹ്ലർ ആൻഡ് കർട്ട് കോഫ്ക. ഈ 3 പേരാണ് മെയിൻ പ്രൊപ്പണൻസ് ആയിട്ട് പറയുന്നത്. അവരുടെ ലോസ് ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ ആണ് നമ്മളിനി നോക്കുന്നത്. ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസിന്റെ ഒരു പിക്ചറാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ, അതായത് നമ്മൾ അറ്റൻഡ് ചെയ്തു, നമ്മളൊന്ന് സസ്റ്റെയിൻഡ് അറ്റൻഷൻ നമ്മൾ കൊടുത്താൽ നമ്മൾക്ക് ഇതിനകത്ത് 13 മുഖങ്ങൾ കാണാൻ സാധിക്കും. അടുത്തത് ഞാൻ നേരമില്ലാത്തത് കൊണ്ടാണ് ഈ 13 മുഖങ്ങൾ നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് പറയാം, പക്ഷെ നമ്മൾ അടുത്ത പോർഷനിലേക്ക് കിടക്കാം. അടുത്തത് ലോസ് ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷനിൽ ലോ ഓഫ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്. ഈ പിക്ചർ കണ്ടാൽ അറിയാം, ഇതിനകത്ത് നമ്മൾക്ക് 2 രീതിയിൽ കാണാൻ പറ്റും. ഇത് റിവേഴ്സിബിൾ ഫിഗർ ആണ്. സാധാരണ നമ്മൾ എന്തൊരു പിക്ചർ കാണുമ്പോഴും അതിൽ ഒരു ഫിഗറും ഉണ്ടാവും, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു ഫിഗറും ബാക്ക്ഗ്രൗണ്ടും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള പിക്ചേഴ്സ് ആണ് റിവേഴ്സിബിൾ ഫിഗർ എന്ന് പറയും. ഇപ്പം ഇതിനകത്ത് 5 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്നത് കാണാം, അല്ലാതെ നമുക്ക് തൂണുകളും കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഈ 2, അപ്പൊ ഒരു ഫിഗർ എന്ന് പറയുമ്പം അത് എപ്പോഴും വിഷ്വൽ ഫീൽഡിന്റെ ഒരു ഫോക്കസ് ആയിട്ടും ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് നിൽക്കാറ്. ഇതാണ് ലോ ഓഫ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്. അപ്പൊ ഇത്തരത്തിൽ ഇത് എന്തിനാണ് ഈ പെർസെപ്ഷൻ ഓർഗനൈസേഷനിൽ ഈ ലോസ് വരുന്നത്? നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് ചുറ്റുമുള്ള സ്റ്റിമുലസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് വരുന്നത്. അപ്പൊ നമ്മൾ നോയിങ്ലി ഓർ അൺനോയിങ്ലി ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ സ്ക്രീൻ കാണുമ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും ഞാൻ ഇവിടെ വരുന്ന നോട്ട്സ് എന്താണെന്നുള്ളത്, അപ്പൊ നോട്ട്സിലേക്ക് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറുന്നത്. അപ്പൊ നോട്ട്സ് ആണ് ഫിഗർ, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ട്. സോ അതാണ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്. അടുത്തത് ലോ ഓഫ് പ്രോക്സിമിറ്റി. ഇവിടെ നമ്മൾ അടുത്ത് നിൽക്കുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ എലമെന്റ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ്. ഇപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ ഡോട്ട്സ്, ആദ്യത്തെ സെറ്റ് ഓഫ് ഡോട്ട്സ് പിന്നെ പെയർ ചെയ്യുന്ന 1, 2, 3 ഇങ്ങനെ ഗ്രൂപ്പ്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ഇതിനെയാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് സ്റ്റിമുലസിനെ പെർസീവ് ചെയ്യാനായിട്ടാണ് ഇത്തരത്തിലുള്ള ലോസ് വരുന്നത്. അടുത്തത് ലോ ഓഫ് ഗുഡ് ഫിഗർ. ഇവിടെ ഈ സർക്കിൾസ് കാണുമ്പം 5 സെപ്പറേറ്റ് സർക്കിൾസ് ആയിട്ട് കാണാനല്ല നമ്മൾക്ക് പറ്റുന്നത്, നമുക്കിത് ഒരു സിമ്പിൾ ഓഫ് ഒളിമ്പിക്സ് എന്ന് കാണാനാണ് എളുപ്പം. അപ്പൊ അങ്ങനെ നമ്മളുടെ വേൾഡിനെ കുറച്ചും കൂടി ഈസി ആയിട്ടും മീനിങ് ഫുൾ ആയിട്ടും പെർസീവ് ചെയ്യാനായിട്ടാണ് ഇത്തരം ലോസ് സഹായിക്കുന്നത്. അടുത്തത് ലോ ഓഫ് കണ്ടിന്യൂവേഷൻ. ഇതിനകത്ത് നമ്മൾ ഈ ഡോട്ട്സ് കാണുമ്പോൾ വൈറ്റ് പാച്ചസും അതിനിടയിൽ ബ്ലാക്ക് പാച്ചസും അതിനിടയിൽ വൈറ്റ് ഡോട്ട്സും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടില്ല, നമ്മളിതൊരു പ്ലെയിൻ ആയിട്ടൊരു ഫിഗർ, ഒരു ലൈൻ ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ സെപ്പറേറ്റ് ആയിട്ടുള്ള സർക്കിൾസും പാച്ചസും ആയിട്ടല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ പെർസെപ്ഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ, പെർസെപ്ഷൻ ഡിഫിക്കൽട്ടീസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇതിനെ ഇത്രയും ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. ദെൻ ലോ ഓഫ് കോമൺ ഫേറ്റ്. ഒരുമിച്ച് പോകുന്നവരെല്ലാം ഒരേ ഡയറക്ഷനിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാനാണ് നമുക്ക് എളുപ്പം വരുന്നത്. സോ മൂവിങ് ഇൻ സിമിലർ ഡയറക്ഷൻ ആർ പെർസീവ്ഡ് ആസ് ബിലോങ്ങിങ് ടു സെയിം ഗ്രൂപ്പ്. അടുത്തത് ലോ ഓഫ് ക്ലോഷർ. ഇവിടെ ഇതിപ്പോ ഒരു ട്രയാങ്കിളിന്റെ 3 മൂലകൾ മാത്രമുള്ളെങ്കിൽ ഇതിനെ നമുക്ക് ട്രയാങ്കിൾ എന്ന് ചിന്തിക്കാനാണ് എളുപ്പം. അതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ക്ലോഷറിനെ നമ്മൾ ബാക്കിയുള്ള ലൈൻ നമ്മൾ മനസ്സിൽ തന്നെ അത് ഫില്ല് ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ലോ ഓഫ് സിമിലാരിറ്റി. ഇപ്പം ഇവിടെ നമ്മൾ വൈറ്റ് ഒരു ഗ്രൂപ്പും ബ്ലാക്ക് ഒരു ഗ്രൂപ്പും അങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ക്രിക്കറ്റ് മാച്ചിന്റെ ഒക്കെ സമയത്ത് വി ടെൻഡ് ടു ഗ്രൂപ്പ് പ്ലേയേഴ്സ് ബേസ്ഡ് ഓൺ ദ കളർ ഓഫ് ദെയർ ജേഴ്സി. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ ആണ്.
ഞാൻ നേരത്തെ പറഞ്ഞു പെർസെപ്ഷനെ എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പം പെർസെപ്ഷൻ ആയിക്കോട്ടെ അറ്റൻഷൻ ആയിക്കോട്ടെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ പലതുമാണ് മോട്ടിവേഷൻ, നീഡ്, നമ്മളുടെ എക്സ്പെക്റ്റേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഹംഗ്രി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഫുഡിന്റെ സ്മെല്ല് എനിക്ക് പെട്ടെന്ന്, അത് നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് അറിയാം, ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും അടുത്ത വീടുകളിലൊക്കെ മണം വരുന്നത് നമുക്ക് പെട്ടെന്ന് അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ആ ചിന്തയിലേക്ക് അത് വരും. ആ സമയം രാവിലെ നമ്മൾ ചെല്ലുന്ന സമയത്ത് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കതൊരു പ്രശ്നമല്ല, ആ ഒരു മണം നമ്മളെ ബാധിക്കുന്നില്ല. പിന്നെ അടുത്തത് പറയുന്നത് ഇഫക്റ്റ് ഓഫ് എക്സ്പെക്ടേഷൻ ഓർ പെർസെപ്ഷൻ എക്സ്പെക്റ്റൻസി. ഇതിൽ പറയുന്നത് നമ്മളുടെ എക്സ്പെക്ടേഷൻ എന്താണ്. ഇപ്പം ആദ്യത്തെ കേസിൽ ഈ പിക്ചർ കാണുമ്പോൾ അറിയാം, ആദ്യത്തെ കേസിൽ ABC എന്ന് ഞാൻ താഴോട്ട് വായിക്കും, നേരെ ഹൊറിസോണ്ടൽ വരുമ്പോൾ ഞാനത് 12, 13, 14 എന്ന് വായിക്കും. അപ്പൊ ഈ B ആണോ 13 ആണോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എവിടെയാണ്, അത് ഏതൊരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അതനുസരിച്ച് എൻ്റെ എക്സ്പെക്ടേഷൻ വ്യത്യാസം വരുന്നു. അടുത്തത് എൻ്റെ ഇമോഷൻസ്. ഞാൻ ഏതൊരു ഇമോഷനിലാണ് ഇരിക്കുന്നത്, അതുപോലെ ചില ന്യൂട്രൽ ആയിട്ടുള്ള വാക്കുകളും, ഇത് ഒരു എക്സ്പെരിമെന്റ് നടത്തിയതിൽ ന്യൂട്രൽ ആയിട്ടുള്ള വാക്കുകളും അതുപോലെ ഇമോഷണലി ടോൺഡ് ആയിട്ടുള്ള വാക്കുകളും. അപ്പൊ ന്യൂട്രൽ ആയിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ എൻ്റെ പെർസെപ്ഷൻ വ്യത്യാസം വരുന്നു, ഇമോഷണലി ടോൺഡ് ആയിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ എൻ്റെ പെർസെപ്ഷനിൽ വ്യത്യാസം വരുന്നു. അപ്പം എൻ്റെ ഇമോഷണൽ വേർഡ്സ് വരുമ്പം എൻ്റെ ത്രെഷോൾഡിൽ വ്യത്യാസം വരുന്നു, ഗാൽവനിക് സ്കിൻ റെസ്പോൺസ് കുറച്ചും കൂടി ഗ്രേറ്റർ ആവുന്നു. അപ്പം ഇത് നമ്മുടെ ഇമോഷൻസും നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസും ഒക്കെയും ലിങ്ക്ഡ് ആണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ 11 of which were neutral: ആപ്പിൾ, ചൈൽഡ്, റിവർ, മ്യൂസിക്, സ്ലീപ്പ് എന്ന് പറയുന്ന ന്യൂട്രൽ വേർഡ്സും അതുപോലെ റേപ്ഡ്, വോർ, പെനിസ്, ബിച്ച് എന്ന് പറയുന്ന ഇമോഷണൽ ടോൺഡ് ആയിട്ടുള്ള വേർഡ്സും വന്നപ്പം എൻ്റെ പെർസെപ്ഷനിൽ വ്യത്യാസങ്ങൾ വന്നു, അതിൻ്റെ ഫിസിക്കൽ റിയാക്ഷൻസ് വരെ എൻ്റെ ദേഹത്ത് സംഭവിച്ചു. അടുത്തത് സ്റ്റിമുലസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം നമ്മളിപ്പോൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ ഹെവി ട്രക്സ് വരുമ്പം അതിൻ്റെ ഹൈ ഫ്രീക്വൻസിയും ഹൈ പിച്ചും ഹൈ വോളിയും വന്ന് അവരുടെ ഹോൺ കേൾക്കുമ്പോൾ അറിയാതെ എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് അതിനകത്തേക്ക് വരുന്നു. ബിക്കോസ് അതിൻ്റെ ഒരു എവല്യൂഷണറി സൈക്കോളജിസ്റ്റിന്റെ പെർസെപ്ഷനിൽ വരുമ്പം അതൊരു സർവൈവലിന് കൂടിയിട്ടാണ്. അതായത് അങ്ങനെ ശബ്ദം കേൾക്കുമ്പം നമ്മൾക്ക് നോർമലി 2 രീതിയിലാണ്, നമുക്ക് ആകെ 2 പേടിയാണ് മനുഷ്യർക്കുള്ളതെന്ന് പറയുന്നത്. ഒന്ന് ശബ്ദവും പിന്നെ ഒന്ന് വീഴ്ചയും. ഇത് രണ്ടുമാണ് മനുഷ്യർക്ക് ഉള്ള പേടി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഫിയേഴ്സും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. സോ അപ്പൊ ഈ ഫിയർ വരുമ്പം എനിക്കവിടെ സർവൈവലിന്റെ ഒരു പർപ്പസ് അവിടെ വരുന്നു, ആ ഒരു ഡേഞ്ചർ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെയാണ് അപ്പൊ ആ സ്റ്റിമുലസ് എത്രത്തോളം ഉണ്ട്, സ്റ്റിമുലസിന്റെ എഫക്റ്റ് എന്താണ്, അതനുസരിച്ച് എൻ്റെ പെർസെപ്ഷനിലും എഫക്റ്റ് വരുന്നു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസിന്റെ എഫക്റ്റ്. ഇപ്പം ഇതിപ്പോൾ കാണുമ്പോൾ ഇത് ഫ്ലെമിംഗോ എന്ന് പറയുമ്പോഴും ഞാൻ താഴേക്ക് നോക്കുമ്പോൾ ഇതൊരു പെന്നാണ് എന്നുള്ളൊരു ബോധമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പെൻ കണ്ടിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ടുള്ള എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫ്ലെമിംഗോയെ കണ്ട് ഇതൊരു പെന്നാണല്ലോ, അപ്പൊ എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പോഷർ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് എനിക്ക് ഈസി ആയിട്ട് പെർസെപ്ഷൻ സാധിക്കും. ദെൻ ഇഫക്റ്റ് ഓഫ് കൾച്ചർ. ഓരോ കൾച്ചറിലും നമ്മളുടെ ജസ്റ്റേഴ്സും എല്ലാത്തിലും വ്യത്യാസമുണ്ട്. ഇപ്പം ഈ ഒരു സിമ്പിൾ കാണിക്കുമ്പം അത് ഇന്ത്യയിലെ ഒരു ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ബീങ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആണെങ്കിൽ ബ്രസീലിൽ ഇതൊരു റൂട്ട് ജസ്റ്റർ ആയിട്ടാണ് പറയുന്നത്. സോ ഓരോ കൾച്ചർ അനുസരിച്ചും നമ്മളുടെ പെർസെപ്ഷനിൽ വ്യത്യാസമുണ്ട്. അടുത്തത് പെർസെപ്ഷൻ ഓഫ് ഡെപ്ത് ആണ്. ഡെപ്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു വിഷ്വൽ എബിലിറ്റി, അതായത് നമുക്ക് 3 ഡയമെൻഷനിലായിട്ട് നമ്മളുടെ വേൾഡിനെ പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി നമ്മൾക്ക് എത്രത്തോളം ഉണ്ട്, അതിനെയാണ് നമ്മൾ ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുക. സോ വൺസ് വിഷ്വൽ എബിലിറ്റി ടു പെർസീവ് ദ വേൾഡ് ഇൻ 3 ഡയമെൻഷൻസ് ആൻഡ് ദസ് എനേബിളിംഗ് അസ് ടു ജഡ്ജ് ദ ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജെക്ട്. അപ്പോൾ ഡിസ്റ്റൻസ് അറിയാനും ഡെപ്ത് അറിയാനും, ഇത് അറിയില്ലെങ്കിൽ നമ്മൾ എവിടെയാ വീണു പോകുന്നത്, നമ്മൾക്ക് എഴുന്നേക്കാനോ നടന്ന് എവിടെയെങ്കിലും പോവാനോ ഇതൊന്നും നമുക്ക് സാധിക്കില്ല. സോ then it would be very difficult to walk on the road, drive car, etc. അപ്പം this ability is not present at birth. നമുക്ക് ബർത്ത് സമയത്ത് നമുക്ക് ഈ ഒരു എബിലിറ്റി ഇല്ല, പക്ഷെ വളരെ ഏർലി ഏജിൽ തന്നെ നമുക്ക് ആ ഒരു എബിലിറ്റി നമുക്ക് വന്നു ചേരും. അതാണ് ചെറിയ കുഞ്ഞു കുട്ടികളിലൊക്കെ ചിലയിടത്ത് ഇപ്പം എക്സിബിഷൻ അങ്ങനെയൊക്കെ പോകുമ്പം അവർ ഇത്തരത്തിലുള്ള പെർസെപ്ഷൻ ഡിഫിക്കൽട്ടി വരുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം
ചില പെയിന്റിങ്സിലേക്കൊക്കെ പോകുമ്പം അവരെ ഡെപ്ത് കാണിക്കുന്ന പെയിന്റിങ്സ് വരുമ്പോൾ കുട്ടികൾ ആ സൈഡിലേക്ക് പോവില്ല, വീണ് പോവുക എന്നുള്ളൊരു പേടിയുണ്ട്. അവർ തിരിച്ച് നേരെ അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് ആ പെർസെപ്ഷൻ്റെ ഡെപ്ത് മനസ്സിലായി കഴിയുമ്പം അവരത് ഇല്ല, ഇതൊരു പ്ലെയിൻ സർഫസ് തന്നെയാണ്, ഇതൊരു പെയിന്റിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. സോ അടുത്തത് ഡിസ്റ്റൻസ് പെർസെപ്ഷൻ, ദ പ്രോസസ് ബൈ വിച്ച് വി ഡിറ്റർമിൻ ദ ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഡെപ്തും ഡിസ്റ്റൻസും ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബ്രെയിൻ 2 തരത്തിൽ ക്യൂസ് നമുക്ക് തരുന്നുണ്ട്, മോണോക്കുലർ ക്യൂസും ബൈനോക്കുലർ ക്യൂസും. മോണോക്കുലർ ക്യൂസ് എന്ന് പറയുന്നത് ഒരു ഐ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ക്യൂസ് ആണ് മോണോക്കുലർ ക്യൂസ്. ബൈനോക്കുലർ ക്യൂസ് എന്ന് പറയുമ്പോൾ 2 ഐസും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ടു ജഡ്ജ് ദ ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ്. ഇത് ഒരു പെയിന്റിംഗ് ആണ്. ഈ മോണോക്കുലർ ക്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും പെയിന്റേഴ്സ് ആണ്. അവരൊരു 3 ഡയമെൻഷണൽ പിക്ചർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള പെയിന്റിങ്ങിൽ നിന്നും നമുക്ക് ആ 3 ഡയമെൻഷണൽ വ്യൂ കിട്ടുകയാണ് ശരിക്കും. അപ്പൊ ഇതിനകത്ത് ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മരം എവിടെയാണ് നിൽക്കുന്നത്, മരമാണ് ഏറ്റവും ഫ്രണ്ടിലായിട്ട് വരുന്നത്, ഈ ബാക്കിൽ വരുന്നത്, അതുപോലെ അതിന്റെ ബാക്കിലെ സ്കൈ, ഇതെല്ലാം ആ ഒരു 3 ഡയമെൻഷണൽ എഫക്റ്റ് നമുക്ക് വരുന്നു. അടുത്തത് മോണോക്കുലർ ക്യൂസിൽ ആദ്യം പറയുന്നത് റിലേറ്റീവ് സൈസിന്റെ ക്യൂസ് ആണ്. അപ്പം ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നു ഈ ആദ്യം കാണുന്ന പാരച്യൂട്ട് ഇതാണ് ഏറ്റവും ഫ്രണ്ടിലായിട്ട്, ബാക്കിയുള്ളതൊക്കെ ബാക്കിലാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഡെപ്ത് പെർസീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. If 2 objects are of approximately similar size, then the object which is perceived as larger, ഇത് ലാർജർ ആയിട്ട് വരുന്നത് ക്ലോസർ ആണെന്നും ദൂരേക്ക് നിൽക്കുന്നത് സ്മോളർ ആയിട്ടുള്ള ആണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇതെല്ലാം സെയിം സൈസ് ആണെങ്കിലും ദൂരേക്ക് പോകുന്നതോറും സൈസിൽ വ്യത്യാസം വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്തത് ടെക്സ്ചർ ഗ്രേഡിയന്റ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഈ പൂക്കളുടെ എതളുകൾ കുറച്ചുകൂടി ക്ലിയർ ആവുന്നത് നമ്മൾ അടുത്ത് നിൽക്കുമ്പോഴാണ്. അതിലേക്ക് ദൂരേക്ക് പോകുമ്പോൾ ആ ടെക്സ്ചർ ക്ലിയർ ആവുന്നില്ല. അപ്പൊ ടെക്സ്ചർ ദൂരെ ഡിസ്റ്റിങ്ക്റ്റ് ആവുമ്പോഴും അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് ലെസ് ഡിസ്റ്റിങ്ക്റ്റ് അതുപോലെ സ്മൂത്ത് ആവുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നു ഈ പൂക്കൾ ബാക്കിലുള്ള പൂക്കളാണ്, ഇതാണ് ഫ്രണ്ടിലുള്ള പൂക്കൾ നമ്മൾ മനസ്സിലാക്കുന്നു. സോ ദിസ് ക്യൂ ഈസ് ബേസ്ഡ് ഓൺ അവർ എക്സ്പീരിയൻസ് ഓഫ് ദ ചേഞ്ച് ഇൻ ദ ഗ്രേഡിയന്റ് ഓർ ഡിഗ്രി ഓഫ് ടെക്സ്ചർ. അടുത്തത് ഏരിയൽ പെർസ്പെക്റ്റീവ് ഓർ ഹേസ്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ ആദ്യത്തെ മലകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നു, പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ മഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ മലകൾ ക്ലിയർ ആവുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവുകയാണ് ഇതിനകത്ത് ഫ്രണ്ടിൽ വരുന്നത് ഈ മലകളാണ്, ബാക്കിലേക്ക് പോകുന്തോറും മഞ്ഞ് വരുമ്പോൾ ക്ലിയർ ആവുന്നില്ല. സോ അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഫോഗ്, വാട്ടർ വേപ്പർ, ഇതാണ് ഹേസ് വരാനുള്ള കാരണം. അപ്പം ഈ ഹേസിന്റെ പ്രസൻസ് എത്രത്തോളം ഉണ്ടോ അപ്പം നമുക്ക് അത് പെർസീവ് ചെയ്യാണ് അതൊരു ഡിസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പെർസീവ് ചെയ്യുന്നു. സോ ദ സെയിം മൗണ്ടൻ ക്യാൻ ബി പെർസീവ്ഡ് ആസ് നിയറർ ഓർ അറ്റ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രസൻസ് ഓഫ് ഹേസ്. അതാണ് ഏരിയൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. അപ്പൊ ഡിസ്റ്റൻസും ഡെപ്തും നമുക്ക് എത്രത്തോളം പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ ക്യൂസ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഒരു കണ്ണ് ഉപയോഗിച്ചിട്ട് മോണോക്കുലർ വിഷനിൽ മോണോക്കുലർ ക്യൂസ് ആണ് ഇത് പറയുന്നത്. 2 കണ്ണിന്റെ ആവശ്യമില്ല, ഒരു കണ്ണ് തന്നെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ക്യൂസിലൂടെ ഏതാണ് നമ്മളുടെ അടുത്തും ഏതാണ് ദൂരെയും വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് ലീനിയർ പെർസ്പെക്റ്റീവ്. ഇവിടെ നോക്കുമ്പോൾ ദ ക്യൂ ഈസ് ബേസ്ഡ് ഓൺ ദ കൺവേർജൻസ്. അപ്പം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ ദൂരേക്ക് പോകുന്തോറും അതൊരു കൺവേർജൻസ് വരുമ്പം എനിക്ക് മനസ്സിലാവുന്നു ദൂരെ ആണ് കൺവേർജ് ചെയ്യുന്നത്, അടുത്ത് വരുന്തോറും ഈ ഡിസ്റ്റൻസ് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. സോ ദിസ് ക്യൂ ഈസ് ബേസ്ഡ് ഓൺ ദ കൺവേർജൻസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഹൊറൈസൺ. So this cue suggests that the closer the lines are, the greater will be the distance. അപ്പൊ ഇത് കൂടി ചേരുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുക ഈ ഡിസ്റ്റൻസ് കൂടുതലാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അടുത്തത് ഇന്റർപൊസിഷൻ. ഇപ്പം ഇവിടെ സർക്കിൾ വരുന്നു, അതിന്റെ ബാക്കിലാണ് റെക്ടാങ്കിൾ, അതിന്റെ ബാക്കിലാണ് ട്രയാങ്കിൾ വരുന്നത്. അപ്പൊ ഈ ഓവർലാപ്പിംഗ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഫുൾ ഫിഗർ എവിടെയാണ് വരുന്നത് അതാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് അക്കോമഡേഷൻ. ഈവൻ ദോ ദിസ് ക്യൂ ഒക്കേഴ്സ് വിത്ത് ബോത്ത് ഐസ്, 2 ഐസിലും വരുന്നെങ്കിലും ഇതും ഒരു മോണോക്കുലർ ക്യൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ സൈസ് ലെൻസിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പം അതനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഏതാണ് അടുത്ത് നിൽക്കുന്നത് ഏതാണ് അകലം ആയിട്ട് നിൽക്കുന്നത്. അവർ ലെൻസസ് ബിക്കം തിക്കർ വെൻ ദ ഒബ്ജക്ട് ലൈസ് ക്ലോസർ ടു ഐസ്. ലെൻസ് തിക്കർ ആയിട്ട് വരും ഐസിനോട് ചേർന്ന് അല്ലെങ്കിൽ ഐസിനോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ.
അതുപോലെ ലെൻസ് തിന്നറായിട്ട് വരുന്നു ഒബ്ജക്ട്സ് ഒരു ഡിസ്റ്റൻസിലായിട്ട് നിൽക്കുകയാണെങ്കിൽ. പിന്നെ മോഷൻ പാരലാക്സ് എന്ന് പറഞ്ഞ അടുത്തൊരു ക്യൂ ആണ്. ഇതിൽ നമ്മൾ ട്രെയിനിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഇത് പെർസീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും നമ്മുടെ ദൂരെ വരുന്ന സ്കൈയും ബാക്കിയുള്ള ദൂരെ വരുന്ന മലകളും ഒക്കെ നമ്മളുടെ അതേ ഡയറക്ഷനിലേക്ക് വരുന്നു. അപ്പം ഈ ഒരു ക്യൂ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇതിനകത്ത് ഏതാണ് നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്നത്, ഏതാണ് ദൂരം. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. അടുത്തത് വരുന്നത് ബൈനോക്കുലർ ക്യൂസ് ആണ്. ബൈനോക്കുലർ ക്യൂസിൽ ഈ രണ്ട് ഐസും ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ക്യൂസ് ആണ് ബൈനോക്കുലർ ക്യൂസ് എന്ന് പറയുമ്പോൾ. സോ ദ പ്രോസസ് ഓഫ് ഗെയിനിങ് ബൈനോക്കുലർ ക്യൂസ് ടു അസസ് ഡെപ്ത്, അതിനെയാണ് നമ്മൾ സ്റ്റീരിയോപ്സിസ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം വരുന്നത് റെറ്റിനൽ ഡിസ്പാരിറ്റി ആണ്. അതായത് രണ്ട് കണ്ണും ഒരേ സെയിം ഒബ്ജക്റ്റ് ആണെങ്കിലും അത് കാണുന്നതിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്. രണ്ട് ഐസും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ആവറേജ് 6.3 സെന്റിമീറ്റേഴ്സ് വിഷനിലാണ്. So therefore, the retinal image on the same object differs slightly from each other or disparate view. So the closer an object is to eyes, the greater will be the difference in its retinal image. അപ്പോൾ അടുത്തേക്ക് വരുന്തോറും ആ റെറ്റിനൽ ഇമേജിൽ ഡിഫറൻസ് ഉണ്ടാകും, ദൂരേക്ക് പോകുന്തോറും അതിൽ വ്യത്യാസം ഉണ്ടാകും. അടുത്തത് കൺവേർജൻസ് ആണ്. ഈ പിക്ചർ കാണുമ്പോൾ അറിയാം, നിയർ ബൈ ഒബ്ജക്റ്റ് ആവുമ്പം ആ ലെൻസ് തിക്കർ ആവുന്നു, അതേസമയം കുറച്ച് ദൂരേക്കുള്ള ഒബ്ജക്റ്റ് ആവുമ്പം ആ ഐ ലെൻസ് തിന്നാവുന്നത് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ ഈ രണ്ട് ഐസും നമുക്ക് ആ ക്യൂ തരാണ് ഏതാണ് ദൂരമുള്ളത് ഏതാണ് അടുത്തുള്ളതെന്ന്. അടുത്തത് മൂവ്മെന്റ് പെർസെപ്ഷൻ. മൂവ്മെന്റ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡയറക്ഷൻ ജഡ്ജ് ചെയ്യാനും ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ സ്പീഡ് ജഡ്ജ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള നമ്മളൊരു എബിലിറ്റിയാണ് മൂവ്മെന്റ് പെർസെപ്ഷൻ എന്ന് പറയാം. അപ്പം അതിൽ ആദ്യം വരുന്നത് റെറ്റിനൽ മോഷൻ ആണ്. ഒരു ഒബ്ജക്റ്റ് റെറ്റിനയിൽ വന്ന് വീഴുമ്പോൾ അത് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. വെൻ ദ ഒബ്ജക്റ്റ് മൂവ്സ് ഇറ്റ്സ് ഇമേജ് ഓൺ ദ റെറ്റിന ഓൾസോ മൂവ്സ്. അപ്പൊ ആ ഇമേജ് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെന്നുള്ളത്. ദെൻ മോഷൻ ആഫ്റ്റർ എഫക്റ്റ്. ഇത് നമ്മൾ പിക്ചേഴ്സ് ഒക്കെ അല്ലെങ്കിൽ നമ്മളിപ്പം നെറ്റിലാണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇത് മോഷൻ ആഫ്റ്റർ എഫക്റ്റിൽ പിക്ചേഴ്സ് കാണാറുണ്ട്. അവിടെ ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് വിൽ ബി പെർസീവ്ഡ് as മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ ഒറിജിനൽ മൂവിങ് ഒബ്ജക്റ്റ്. നമ്മളൊരു ഒരു മൂവിങ് ഒബ്ജക്റ്റ് നമ്മൾ ഒരുപാട് നേരം നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുമ്പോൾ അത് മൂവ് ചെയ്യുന്നതായിട്ട് പെർസീവ് ചെയ്യും. അതാണ് മോഷൻ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ്. അപ്പം ഇതിൽ സംഭവിക്കുന്നത് when the smaller stationary body is surrounded, ഇപ്പം moon is surrounded by larger moving body, then the smaller body is perceived to move. ഇപ്പൊ smaller body മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ പെർസീവ് ചെയ്യാണ്. So due to this phenomenon we perceive moon as moving when it is surrounded by slowly moving clouds. അടുത്തത് apparent movement ആണ്. അതിന് ഫിനോമിനൽ മോഷൻ എന്നും പറയാറുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് 5 ഫിനോമിന. നമ്മൾ ഡെക്കറേഷൻ ലൈറ്റ്സ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ ഒരു ലൈറ്റ് ഓൺ ആവുന്നു, ഓഫ് ആവുന്നു, ലൈറ്റ് ആർ ടേൺഡ് ഇൻ സീക്വൻസ്, പക്ഷെ നമുക്ക് അപ്പോൾ അത് മൂവ് ചെയ്യുന്ന ഒരു ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്. അതാണ് 5 ഫിനോമിന എന്ന് പറയുമ്പോൾ. അടുത്തത് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്നാണ് പറയാ. അതാണ് മൂവി പ്രൊജക്റ്റിൽ നമ്മൾ മൂവിയിൽ വരുന്ന എഫക്റ്റ്. അപ്പോൾ അത് ഓരോരോ പിക്ചേഴ്സ് ആണ്. ആ ഒരു പിക്ചർ അടുത്ത പിക്ചറുമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ നമുക്കത് ഒരു ഫുൾ റൈറ്റ് സ്പീഡിൽ അത് പോകുമ്പോൾ അതൊരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത് മോഷൻ ആയിട്ട് പെർസീവ് ചെയ്യും. അടുത്തത് ഓട്ടോ കൈനറ്റിക് എഫക്റ്റ് ആണ്. സോ ഇഫ് എ പേഴ്സൺ സ്റ്റേഴ്സ് ഓർ ഫിക്സേറ്റ്സ് ഓൺ എ സ്റ്റേഷനറി സ്പോട്ട് ഓഫ് ലൈറ്റ് ഇൻ എ കംപ്ലീറ്റ്ലി ഡാർക്ക് റൂം, ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു റൂമിൽ ഒരു സ്പോട്ട് ഓഫ് ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ട് ഓഫ് ലൈറ്റിലേക്ക് തന്നെ ശ്രദ്ധിക്കുമ്പോൾ അത് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. ഇത്തരത്തിലുള്ള ഇത് എക്സ്പെരിമെന്റ്സ് ചെയ്യാറുണ്ട്. ഓട്ടോ കൈനറ്റിക് എഫക്റ്റിന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്. അതിൽ ഇതുപോലെ തന്നെ. എന്നിട്ട് സബ്ജക്ട്സിനോട് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിനോട് ചോദിക്കുകയാണ് എത്ര മൂവ് ചെയ്തെന്ന് പറയുമ്പോൾ ഓരോരുത്തരും ആ മൂവ് ചെയ്ത കണക്ക് പറയാണ്. പക്ഷേ സ്റ്റേഷനറി ലൈറ്റിനെയാണ് നമ്മൾ കാണുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിന് ചുറ്റും വേറെ ക്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഓട്ടോ കൈനറ്റിക് എഫക്റ്റിന്റെ കാരണം. അടുത്തത് സൈസ് പെർസെപ്ഷൻ. അതിൽ സൈസ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റിമുലസിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുക. ഏതൊരു സാഹചര്യത്തിലും ഡിസ്റ്റൻസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സ്റ്റിമുലസിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് നമ്മൾ സൈസ് പെർസെപ്ഷൻ എന്ന് പറയാം. അപ്പം ഈ സൈസ് പെർസെപ്ഷൻ ഇപ്പം നമ്മളൊരു ഡോറ് നമ്മൾ നോക്കുമ്പോൾ
ഡോറ് അല്ലെങ്കിൽ നമ്മൾ റെക്റ്റാങ്കിൾ ആയിട്ട് കാണുന്നു. ഈ ഡോറ് തുറക്കുമ്പം ആ റെക്റ്റാങ്കിളിന്റെ ഷേപ്പ് മാറുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല ഡോറിന്റെ ഷേപ്പ് മാറിയെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. സോ എന്ന് പറയുന്ന പോലെ സൈസ് കോൺസ്റ്റൻസി എന്ന് ആ ഒരു ഫിനോമിനൻ ആണ് ഇതിനകത്ത് വരുന്നത്. സോ അവർ എബിലിറ്റി ടു ജഡ്ജ് ദ സൈസ് ഓഫ് ദ സ്റ്റിമുലസ് കറക്റ്റ്ലി ഈവൻ വെൻ ദ ചേഞ്ച് ഇൻ ദ ഡിസ്റ്റൻസ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻ. 3 ഹൈപ്പോത്തസിസ് ആണ് വരുന്നത്: സൈസ്, ഡിസ്റ്റൻസ്, then familiar size, then direct perception. ഇതിൽ സൈസ്, ഡിസ്റ്റൻസ്, ഇൻവേരിയൻസ് ഹൈപ്പോത്തസിസ്. ഇതിൽ പറയുന്നത് the basic premise of this hypothesis is that the perceived size of the stimulus is proportional to the perceived distance. സൈസ് ഡിസ്റ്റൻസുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് സൈസ് നിൽക്കുന്നത്. സോ ഇറ്റ് ഫർദർ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്റ്റൻസ് ഈസ് അവൈലബിൾ, then the size of the stimulus is interpreted based on the retinal image. However, if the information ഡിസ്റ്റൻസിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ നമുക്ക് സൈസിനെ ജഡ്ജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് ഫെമിലിയർ സൈസ് ഹൈപ്പോത്തസിസ്. ഇതിൽ പറയുന്നത് നമ്മൾ ദിസ് ക്യൂ ഈസ് യൂസ്ഡ് ടു ജഡ്ജ് നോട്ട് ഓൺലി സൈസ് മാത്രമല്ല ഡിസ്റ്റൻസും ഡെപ്തും മനസ്സിലാക്കാനും ഈ ക്യൂ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ വിഷ്വൽ ആംഗിൾ, സ്റ്റിമുലസിന്റെ വിഷ്വൽ ആംഗിൾ ഡിക്രീസ് ചെയ്യും ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ. അതാണ് ബ്രെയിനിൽ ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. സോ അവർ ബ്രെയിൻ യൂസസ് ദിസ് ഇൻഫർമേഷൻ. അപ്പം ഡിസ്റ്റൻസ് കുറയും തോറും വിഷ്വൽ ആംഗിളിൽ സ്റ്റിമുലസിന്റെ വിഷ്വൽ ആംഗിളിൽ ഡിക്രീസ് സംഭവിക്കും. ആ ഒരു ക്യൂ വെച്ചിട്ടാണ് നമുക്ക് സൈസ് പെർസീവ് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തത് ഡയറക്റ്റ് പെർസെപ്ഷൻ ഹൈപ്പോത്തസിസ്. ഇതിൽ പറയുന്നത് പെർസെപ്ഷണൽ റെപ്രസെന്റേഷൻ ഓഫ് സൈസ് എന്ന് പറയുന്നത് നോ പെർസെപ്ഷണൽ റെപ്രസെന്റേഷൻ ഓഫ് സൈസ് കോറിലേറ്റഡ് വിത്ത് ദ റെറ്റിനൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. അടുത്തത് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ അല്ലെങ്കിൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ ഇല്യൂഷൻ നമ്മളുടെ കൂടെ ഉണ്ടാവും. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് മുള്ളർ ലെയർ ഇല്യൂഷൻ. പക്ഷെ നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ഈ 2 ലൈൻ കാണുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന ലൈനും സെക്കൻഡ് വരുന്ന ലൈനും സെയിം ആണെന്ന് ഇപ്പം ഞങ്ങൾ പഠിച്ചതുകൊണ്ട് നമുക്കറിയാം. അല്ലാതെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ഈ ആരോ ഹെഡഡ് ലൈൻ കാണുമ്പോൾ ഇത് ചെറുതും ഈ ലൈൻ ചെറുതും ഈ രണ്ടാമത്തെ ലൈൻ വലുതുമായിട്ടാണ് പെർസീവ് ചെയ്യുക. അപ്പം ഇല്യൂഷൻ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറൻസ് വരുന്നു. സോ ഇല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മിസ്പെർസെപ്ഷൻ ആയിട്ടാണ് പറയുന്നത്, ആൻഡ് ദാറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ. സോ ഇൻ ദിസ് ഇല്യൂഷൻ 2 straight lines of same length appears to be of different length. രണ്ടും ഡിഫറെന്റ് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷെ ഒരേ അളവ് തന്നെയാണ്, ഒരേ ഡിസ്റ്റൻസ് തന്നെയാണ്, ലെങ്ത് തന്നെയാണ് 2 ലൈനിലും വരുന്നത്. അടുത്തത് പോൺസോ ഇല്യൂഷൻ. പോൺസോ ഇല്യൂഷനിൽ പറയുന്നതും ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ് ഇൻ വിച്ച് 2 converging straight lines, 2 converging straight lines വരുമ്പം ഇവിടെ താഴെ കാണുന്ന മഞ്ഞ ലൈൻ യെല്ലോ ലൈനും മേളിൽ കാണുന്ന യെല്ലോ ലൈനും നോക്കുമ്പോൾ താഴത്തെ ലൈൻ ചെറുതും മേളിലത്തെ ലൈൻ വലുതുമായിട്ട് കാണുന്നു. ഇതിനെയാണ് പോൺസോ ഇല്യൂഷൻ എന്ന് പറയാം. അപ്പം ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഫാൾസ് പെർസെപ്ഷൻ ആണ്. നമുക്ക് ഒന്ന് കാണുമ്പം ഇത് മറ്റൊന്നാണെന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ഇല്യൂഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരു കയറ് രാത്രി കാണുമ്പോൾ നമ്മൾ അതിനെ പാമ്പായിട്ട് പെർസീവ് ചെയ്യുന്നതിനാണ് ഇല്യൂഷൻ എന്ന് പറയാം. ഹാലൂസിനേഷൻ എന്ന് പറയുമ്പം അവിടെ കയറും ഇല്ല പാമ്പും ഇല്ല, പക്ഷെ നമ്മൾ പറയുന്നത് പാമ്പ് വരുന്നു എന്ന് പറയുമ്പോഴാണ് ഹാലൂസിനേഷൻ വരുന്നത്. അടുത്തത് എബിംഗ്വസ് ഇല്യൂഷൻ. അപ്പം ഇതിൽ എത്രത്തോളം ആ കോണ്ടെക്സ്റ്റിന്റെ ഡിപ്പെൻഡൻസ് ആണ് പറയുന്നത്. ഇപ്പം ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ബ്ലൂ കളറിലെ സർക്കിൾസ് കാണുന്നുണ്ട്, ഇവിടെയും ബ്ലൂ കളറിലെ സർക്കിൾസ് കാണുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഏത് ഓറഞ്ച് സർക്കിൾ ആണ് വലുത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നു രണ്ടാമത്തെ ഓറഞ്ച് സർക്കിൾ ആണ് വലുതെന്ന്. പക്ഷെ ഈ 2 ഓറഞ്ച് സർക്കിളിന്റെ സൈസ് സെയിം ആണ്, പക്ഷെ ഈ ചുറ്റുമുള്ള റിലേറ്റീവ് സൈസ് ബ്ലൂ സർക്കിൾസിന്റെ ആ ഒരു സൈസ് കൊണ്ട് നമ്മളുടെ ഈ ഒരു പെർസെപ്ഷനിൽ വ്യത്യാസം സംഭവിക്കുന്നു. അതാണ് എബിംഗ്വസ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ആമസ് റൂം ഇല്യൂഷൻ ആണ്. ഇത്തരത്തിലുള്ള പിക്ചേഴ്സ് ഒക്കെ ഇപ്പം ഒരുപാട് ഇന്റർനെറ്റ് സോഴ്സസിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളാണെങ്കിലും പിന്നീടും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ മോണോക്ലർ ബൈനോക്ലർ ക്യൂസ് വെച്ചിട്ടുള്ള പിക്ചേഴ്സ് എല്ലാം നോക്കി മനസ്സിലാക്കണം. സോ ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ ഓഫ് പെർസെപ്ഷൻ ഓഫ് റിലേറ്റീവ് സൈസ്. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സൈസ് എത്രയാണ് ആളുടെ സൈസ്, ഈ ആളുടെ സൈസ് വലുതായിട്ട് നമുക്ക് തോന്നുന്നു, ഇയാളുടെ സൈസ് ചെറുതായിട്ട് നമ്മൾ തോന്നുന്നു. അപ്പം ഇത് ഈ ഇല്യൂഷൻ ഒരു സ്ട്രൈക്കിംഗ് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് വരുന്നത് മൂൺ ഇല്യൂഷൻ ആണ്.
മൂൺ ഇല്യൂഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ഹൊറൈസൺ റീജിയനിലേക്ക് വരുമ്പോൾ മൂണിന്റെ സൈസ് വലുതായിട്ടും അതുപോലെ സെനത്ത് റീജിയനിലേക്ക് ആവുമ്പോൾ മൂണിന്റെ സൈസ് ചെറുതായിട്ടും കാണുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറൈസൺ റീജിയനിൽ വരുമ്പോൾ നമുക്ക് ക്യൂസ് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം മരങ്ങളാണെങ്കിലും വീടുകളും ബിൽഡിങ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ക്യൂസ് കുറച്ചും കൂടി കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ സൈസ് വലുതായിട്ടും സെനിത്ത് റീജിയനിലേക്ക് പോകുമ്പം ആ സൈസ് കുറവായിട്ടും നമ്മൾ പെർസീവ് ചെയ്യുന്നു. അതാണ് മൂൺ ഇല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് പോജൻഡ്രോഫ് ഇല്യൂഷൻ ആണ്. നമ്മൾ ഈ ലൈൻ കാണുമ്പോൾ ഈ മേളിൽ നിന്ന് ഈ വരുന്ന ലൈൻ നമ്മൾക്ക് പെർസീവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വരുന്നത് പിങ്ക് ലൈനായിട്ട് പീച്ച് ലൈനാണ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്നത് റെഡ് ലൈൻ തന്നെ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ബാർ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. സോ വെൻ ആൻ ഒബ്ലിക് line is intercepted by a blank area defined by two vertical parallel lines, the two resulting segments of the oblique line do not appear to be in a straight line. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അപ്പിയർ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. സോ ഇത്രയാണ് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്നിപ്പോൾ മനസ്സിലാക്കിയത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്യാം. ബ്ലോക്ക് 2 പെർസെപ്ഷൻ ലേണിംഗ് ആൻഡ് മെമ്മറിയിലെ യൂണിറ്റ് 2 സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ ആണ് നമ്മൾ ഇന്നിപ്പോൾ കവർ ചെയ്തത്. അതിൽ ബ്ലോക്ക് 1 നമ്മൾ കഴിഞ്ഞു. ബ്ലോക്ക് 2 ഇതിൽ നമ്മൾ സെൻസേഷൻ എന്താണെന്നും പെർസെപ്ഷൻ എന്താണെന്നും മനസ്സിലാക്കി. അതുപോലെ നേച്ചർ ഓഫ് പെർസെപ്ഷൻ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ ഒരു സ്കോപ്പ്, ദെൻ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർസെപ്ഷൻ, ലോസ് ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് പെർസെപ്ഷൻ കോൺസ്റ്റൻസീസ് ആൻഡ് അബൌട്ട് പെർസെപ്ഷൻ ഇല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. സോ സെൻസേഷൻ എന്ന് പറയുമ്പം സെൻസ് ഓർഗൻസിൻ്റെ ഒരു ആക്ടിവിറ്റീസ് ആയിട്ടാണ് നമ്മൾ സെൻസേഷൻ പറയുന്നത്. സെൻസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പെർസെപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ധാരണ വരുന്നത്. ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം സെൻസേഷൻ ഇൻ ദാറ്റ് ദ പെർസീവർ ഈസ് അവെയർ. മറ്റേത് നമുക്ക് ഒബ്ജക്ട്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, എന്തോ ശബ്ദം വന്നു, എന്തോ എന്നെ തൊട്ടു, അങ്ങനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. സെൻസേഷൻ വരുമ്പോൾ ഇത് ഇന്നതാണ്, ഇത് ഉറുമ്പ് കടിച്ചതാണ്, അല്ലെങ്കിൽ ഇതൊരു വണ്ടിയാണ്, ഇതൊരു കാറാണ്, ഇതൊരു സ്കൂട്ടറാണ് വന്നത് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സോ സെൻസേഷൻ എന്ന് പറയുന്നത് ഒരു അവയർനെസ് ഡ്യൂ ടു സ്റ്റിമുലേഷൻ ഓഫ് എ സെൻസ് ഓർഗൻ, ആൻഡ് പെർസെപ്ഷൻ ഈസ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ സെൻസേഷൻസ്. നമുക്ക് 6 സെൻസസ് ആണ് വരുന്നത്: സീയിങ്, ഹിയറിംഗ്, സ്മെല്ലിംഗ്, ടച്ചിങ്, ടേസ്റ്റ് ആൻഡ് സെൻസ് ഓഫ് ഓറിയന്റേഷൻ ഓഫ് ബോഡീസ് പൊസിഷൻസ്. അതിനെയാണ് നമ്മൾ കൈനസ്തെറ്റിക് സെൻസ് എന്ന് പറയുന്നത്. ദെൻ സെൻസേഷൻ എന്ന് പറയുമ്പം അതിൻ്റെ ഡെഫിനേഷൻ പറയുമ്പം സെൻസ് ഓർഗൻസ് വേണം അവിടെ, പിന്നെ അതുപോലെ സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്റ്റിമുലൈ ഫിസിക്കൽ എൻവയോൺമെന്റിന്റെ വേണം അവിടെ, ദെൻ റോ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് വേണം, പിന്നെ ഇനീഷ്യൽ കോണ്ടാക്ട് വിത്തൗട്ട് മീനിങ്. എന്താണ് എന്നെ കടിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താണ് എന്നെ തൊട്ടതെന്ന് എനിക്ക് മനസ്സിലായി, എന്താണ് ആ ശബ്ദം എന്ന് മനസ്സിലായില്ല, പക്ഷെ ഒരു ശബ്ദം ഞാൻ കേട്ടു എന്ന് പറയുന്നതാണ് സെൻസേഷൻ. പിന്നെ സെൻസേഷൻ എന്ന് പറയുമ്പം അതിനകത്ത് എല്ലാ സെൻസസും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒപ്റ്റിക് നെർവ് വരുന്നുണ്ട്, അവിടെ ഓഡിറ്ററി നെർവ് വരുന്നുണ്ട്, ദെൻ ഓൾഫാക്ടറി ബൾബ്സ് വഴി ഒക്കെ നമ്മളുടെ ഈ കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മളുടെ ബ്രെയിനിലേക്ക് പോവാണ്. ദെൻ ബ്രെയിനിലാണ് ആ ഒരു ഇന്റർപ്രിട്ടേഷൻ വരുന്നതും മീനിങ് വരുന്നതും ഇത് ഇന്നതാണെന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത്. ഇതൊരു കോൺഷ്യസ് പ്രോസസ് ആയിട്ടാണ് പെർസെപ്ഷനിൽ പറയുന്നത്. സോ ഫിസിക്കൽ എനർജീസ് എമിനേറ്റ് ഫ്രം ഒബ്ജക്ട്സ് സച്ച് ആസ് ലൈറ്റ്, സൗണ്ട് വേവ്സ്, ഹീറ്റ് ആൻഡ് ടച്ച്. അങ്ങനെയാണ് വരുന്നത്. ഈ ഫിസിക്കൽ എനർജിയാണ് പിന്നെ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയി വരുന്നത്. ആ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് ആ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് സെൻസ് ഓർഗൻസ് വഴി, നെർവ് ഫൈബേഴ്സ് വഴി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കും അതുപോലെ ഓരോ ഏരിയയിലേക്കും, സെർബ്രൽ കോർട്ടെക്സിന്റെ പല ഏരിയയിലാണ് പല ഫങ്ഷൻസ് വരുന്നത്, അപ്രോപ്രിയേറ്റ് ഏരിയയിലേക്ക് ഇത് പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ വിഷൻ പറഞ്ഞു. വിഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സ്റ്റിമുലസ് വരുന്നു, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു, അത് പ്യൂപ്പിൾ വഴി അകത്തേക്ക് കയറുന്നു, റെറ്റിനയിൽ പതിയുന്നു, റെറ്റിനയിൽ പതിഞ്ഞ് അത് നേരെ റിവേഴ്സ് ആയിട്ടാണ് പതിയുന്നത്. അത് പതിഞ്ഞ ആ ഇൻഫർമേഷൻ അത് നേരെ ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് ചെല്ലുന്നു.
സോ നമുക്ക് രണ്ട് രീതിയിലുള്ള സെൽസ് ആണ് വരുന്നത്, കോൺ സെൽസും റോഡ് സെൽസും. അതിനകത്ത് കോൺ സെൽസ് ആണ് കളർ സെൻസേഷൻ വരുന്നത്, റോഡ് സെൽസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസേഷൻ കിട്ടുന്നത്. അതുപോലെ റോഡ് സെൽസും കോൺ സെൽസും ആണ് ലൈറ്റ് ആൻഡ് ഡാർക്ക് അഡാപ്റ്റേഷൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മളൊരു തിയേറ്ററിലേക്ക് നമ്മൾ നല്ല വെളിച്ചമുള്ളിടത്തുനിന്ന് ഒരു തിയേറ്ററിലേക്ക് കയറി ചെല്ലുമ്പോൾ പെട്ടെന്ന് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ആ ഒരു ഡാർക്കിൽ. അത് കഴിഞ്ഞ് കുറച്ചൊരു സെക്കൻഡ്സ് കഴിയുമ്പോഴേക്കും നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ലൈറ്റ് ആൻഡ് ഡാർക്ക് അഡാപ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇത് രണ്ട് രീതിയിലുണ്ട്, ലൈറ്റിനോടും അഡാപ്റ്റേഷൻ വരുന്നതും ഡാർക്കിനോട് അഡാപ്റ്റേഷൻ വരുന്നതും. അത് ഇപ്പം നമ്മൾ രാത്രി നമ്മൾ കിടക്കുമ്പോഴാണെങ്കിലും ഇപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ ആദ്യം ഒന്ന് ബഹളം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയെങ്കിലും ഒരു സ്പോട്ട് ലൈറ്റിന്റെ ആ ലൈറ്റ് വന്നു കഴിയുമ്പോഴേക്കും അവർ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതിനെയാണ് നമ്മൾ ഡാർക്ക് അഡാപ്റ്റേഷൻ. അതുപോലെ തിരിച്ചു വരുന്നതിനാണ് നമ്മൾ ലൈറ്റ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ വിഷ്വൽ അക്യൂറ്റി നമ്മൾ പറഞ്ഞു, റെറ്റിനയുടെ ഫ്രണ്ടിലേക്ക് ആ ഇമേജ് വന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് സംഭവിക്കുന്നു. റെറ്റിനയുടെ ബാക്കിലേക്ക് ബിഹൈൻഡ് ദ റെറ്റിന വന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാർ ഓർ ലോങ് സൈറ്റഡ്നെസ് സംഭവിക്കുന്നു. സോ എന്തായാലും ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ വരുന്ന ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ വിഷ്വൽ അക്യൂറ്റി എന്ന് പറയുന്നത്. ഈ വിഷ്വൽ അക്യൂറ്റി ഏജ് കൂടുന്തോറും ആ വിഷ്വൽ അക്യൂറ്റി എന്ന് പറയുന്ന ആ ഒരു കപ്പാസിറ്റി കുറഞ്ഞു വരും. അതുപോലെ റെറ്റിനയിൽ തന്നെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ടാണ്, അവിടെ വിഷ്വൽ അക്യൂറ്റിയുടെ ഒരു പോസിബിലിറ്റി ഇല്ല. ദെൻ ഹിയറിംഗ് പറഞ്ഞു, ഹിയറിംഗ് എന്ന് പറയുമ്പോൾ ഔട്ടർ ഇയറിൽ നിന്ന് മിഡിൽ ഇയറിലേക്ക് വന്നു, അവിടുന്ന് പിന്നെ ഇന്നർ ഇയറിലേക്ക് വന്ന് ദെൻ അവിടുന്ന് ഓഡിറ്ററി നെർവ് വഴി ബ്രെയിനിലേക്ക് ആ ഇൻഫർമേഷൻ എത്തുന്നു. ദെൻ സ്മെല്ലെന്ന് പറയുമ്പോഴും നോസിലേക്ക് വന്നു, അവിടുന്ന് മ്യൂക്കസ് മെമ്പറിലേക്ക് ആ കെമിക്കൽസ് ഡിസോൾവ് ചെയ്യുന്നു, അവിടെ നിന്നാണ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് വഴി ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് എത്തുന്നത്. ദെൻ ടേസ്റ്റ് വരുന്നു, ടേസ്റ്റ് ബഡ്സ് നാക്കില് ചുറ്റും സ്കാറ്റർ ചെയ്തിരിക്കുന്ന, ടങ്ങിൽ സ്കാറ്റർ ചെയ്തിരിക്കുന്ന ടേസ്റ്റ് ബഡ്സിലേക്ക് ഈ ടേസ്റ്റ് എത്തുന്നു. അവിടെ സെവറൽ റിസെപ്റ്റർ സെൽസ് ഉണ്ട്. നമ്മുടെ ആ റിസെപ്റ്റർ സെൽസ് വഴി ആ ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ടേസ്റ്റിനോടുള്ള സെൻസിറ്റിവിറ്റി നമ്മളെ ഓരോ നാക്കിൻ്റെ ഓരോ ഭാഗത്ത് വരുമ്പോഴും ആ ടേസ്റ്റിൻ്റെ സെൻസിറ്റിവിറ്റി വ്യത്യാസമാണ്. ദെൻ സ്കിൻ സെൻസസ്, സ്കിൻ സെൻസസിൽ പ്രഷർ, വാംത്ത്, കോൾഡ്, പെയിൻ, ഇതാണ് സ്കിൻ സെൻസസിൽ പറയുന്നത്. അതിൽ നമ്മൾ പറയുന്നത് ലിപ്സ്, ഫിംഗേഴ്സ്, ദെൻ ഹാൻഡ്സ് ആൻഡ് ടിപ്പ് ഓഫ് ദ ടങ്, ഇതാണ് ഏറ്റവും സെൻസിറ്റീവ് ഏരിയ ആയിട്ട് നമ്മൾ പറയുന്നത്. ദെൻ കൈനസ്തെറ്റിക് സെൻസ് ആണ് ശരിക്കും നമുക്കൊരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു ബാലൻസ് നമുക്ക് തരുന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് കൈനസ്തെറ്റിക് സെൻസ് ഇൻഫർമേഷൻ. ദെൻ പെർസെപ്ഷൻ്റെ ഒരു നേച്ചർ ആൻഡ് സ്കോപ്പ് പറഞ്ഞു. പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു ധാരണ, നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്, നമ്മളുടെ ഓരോ നിമിഷം നമ്മളുടെ ഈ ഒരു ധാരണ തരുന്നത് ഈ പെർസെപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു മീനിങ്ഫുൾ ഇൻ്റർപ്രിട്ടേഷൻ ആണ് ഓഫ് ദ സ്റ്റിമുലസ്. അപ്പം ഈ അറ്റൻഷൻ ആദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ ഈ അറ്റൻഷന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ പെർസെപ്ഷനിലാണെങ്കിലും നമുക്ക് ഒരുപാട് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്, മോട്ടിവേഷൻ, നീഡ്, പ്രിപ്പറേറ്ററി ഫാക്ടേഴ്സ്. ഞാൻ പറഞ്ഞിരുന്നു, ഭക്ഷണം വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ ഒരുപാട് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. അതുപോലെ എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലോട്ടറിയുടെ ഒക്കെ സൗണ്ട് ഇപ്പോൾ നാളെയാണെന്ന് പറയുമ്പോൾ ആ റിപ്പീറ്റേഷൻ വരുന്നതും, അതുപോലെ സൈസ്, ഇൻറ്റൻസിറ്റി, ഇതൊക്കെ നമ്മളെ കൂടുതലും അട്രാക്റ്റ് ചെയ്യും, നമ്മളുടെ അറ്റൻഷൻ കൂടുതലും ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പെർസെപ്ഷൻ്റെ ഒരു പ്രോസസ്സ് സെലക്ഷൻ, ഓർഗനൈസേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ, ഈ 3 പ്രോസസ്സാണ് പെർസെപ്ഷനിൽ വരുന്നത്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നു, എന്താണ് എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്, എന്താണ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടാത്തത് എന്നുള്ളൊരു സെലക്ഷൻ നമ്മൾ വരുന്നു. ആ സെലക്ട് ചെയ്തതിന് നമ്മളൊരു ഓർഗനൈസ് ചെയ്യുന്നു, മെൻ്റലി നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യുന്നു. അത് ഈ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് നമ്മളിപ്പോൾ കണ്ടു, ലോ ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷനിൽ. അപ്പം അടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് എളുപ്പമാക്കി. ഇപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുമ്പം കംപ്ലീറ്റ് സർക്കിൾ വന്നില്ലെങ്കിലും ഞാനതിനെ സർക്കിളിൽ നിന്ന് പെർസീവ് ചെയ്യും. അപ്പം ഇങ്ങനെ പെർസെപ്ഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ വന്നത്. എന്നിട്ട് ഓർഗനൈസ് ചെയ്ത കാര്യത്തിന് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യണം. ആ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിനകത്ത് എൻ്റെ എക്സ്പീരിയൻസ് വരുന്നു, എൻ്റെ എക്സ്പെക്റ്റേഷൻസ്, എൻ്റെ നീഡ്, എൻ്റെ ബിലീഫ്സ്, ഇതെല്ലാം അതിൽ സംഭവിക്കുന്നു.
ദെൻ അപ്പോൾ പെർസെപ്ഷൻ ഇൻപുട്ട് വരുന്നു, അതാണ് നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഇന്റർപ്രിറ്റ് ചെയ്യുന്നു. ഒടുവിൽ ആ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ എൻ്റെ ഓവേർട്ട് ഇൻപുട്ട് ഔട്ട്പുട്ടാണ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ. കോവേർട്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഓ ശരിയാണല്ലേ, അതാണല്ലേ എന്ന് പറയുന്ന അത് എൻ്റെ ഔട്ട്പുട്ട്, ഞാൻ എൻ്റെ മനസ്സിൽ വെക്കുന്ന ഔട്ട്പുട്ടാണ്. അതാണ് പിന്നീട് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അതനുസരിച്ച് എൻ്റെ ബിലീഫിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നത്. തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു പെർസെപ്ഷനിൽ ബോട്ടം അപ്പ് പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇപ്പം ഞാൻ ഈ വായിക്കുന്ന ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് ഞാൻ പറയുന്നു, അതാണ് ഡാറ്റ ഡ്രിവൻ. എനിക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അവിടെ ഉണ്ടെങ്കിൽ അതൊരു ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് ആണ്. പക്ഷേ എന്തെങ്കിലും വിട്ടുപോയാലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ പ്രയർ നോളജ് വെച്ച് ഞാൻ അതിനെ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ. ദെൻ അറ്റൻഷൻ്റെ ഒരു റോള് പറയുമ്പം അവിടെ നമ്മൾ പെർസെപ്ഷനെ സെലക്ട് ചെയ്യാനും ആ സെലക്ട് ചെയ്ത കാര്യത്തിന് കുറച്ച് നേരം ആ ശ്രദ്ധ കൊടുക്കാനും സസ്റ്റെയിൻ ചെയ്യാനും ഈ രണ്ട് പ്രോസസ്സാണ് റോൾ ഓഫ് അറ്റൻഷനിൽ വരുന്നത്. ദെൻ ലോ ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ പറഞ്ഞപ്പോൾ ജസ്റ്റാൾ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ദെൻ കോഫ്ക, കോഹ്ലർ ആൻഡ് വെർത്തിമർ, ഇവർ 3 പേരുമാണ് ജർമ്മൻ സൈക്കോളജിസ്റ്റ്. അപ്പം ഇവരാണ് മെയിൻ പ്രൊപ്പണൻസ് ആയിട്ട് പറയുന്നത്. അപ്പം ഇവരുടെ ഒരു ബേസിക് പ്രിമിസ് ഓഫ് ജസ്റ്റാൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഹോൾ ഈസ് ഡിഫറെൻറ്റ് ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. അപ്പം നമ്മൾ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെയല്ല അതിനെ പെർസീവ് ചെയ്യുന്നത്. അതിൻ്റെ മൊത്തത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെറിയ ഒരു പാർട്സ് എടുത്തിട്ട് അതിൻ്റെ മീനിങ് കാണുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. പെർസെപ്ഷൻ ഓർഗനൈസേഷൻ്റെ ജസ്റ്റാൾ പ്രിൻസിപ്പിൾസ് കാണിക്കുന്ന പിക്ചറാണിത്. ദെൻ ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഒന്ന് ഫിഗർ ആവുന്നു, മറ്റത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നു. സോ ആ ഫിഗറും ഗ്രൗണ്ടും നമുക്ക് ഒരുമിച്ച് നമ്മൾ കാണാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പിക്ചറിൽ ഇതൊരു റിവേഴ്സിബിൾ ഫിഗർ ആയതുകൊണ്ട് നമുക്ക് ഏതാണ് ഫിഗർ ഏതാണ് ഗ്രൗണ്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു. അത് വരാതിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ പ്രോക്സിമിറ്റി, അടുത്തുള്ള സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് കാണുന്നു. അതുപോലെ it refers to the grouping of elements or objects that occur close together. Then law of good figure അല്ലെങ്കിൽ law of fragrance അല്ലെങ്കിൽ law of symmetry എന്ന് പറയുന്നു. അപ്പം ഇവിടെ ഈ സർക്കിൾസ് കാണുമ്പം 5 സെപ്പറേറ്റ് സർക്കിൾസ് ആയിട്ടല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്, മറിച്ച് ഇതിനെ നമ്മൾ പെർസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സിമ്പിൾ ഓഫ് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ടാണ്. അടുത്തത് ലോ ഓഫ് കണ്ടിന്യൂവേഷൻ. ഇവിടെ സെപ്പറേറ്റ് സർക്കിൾസ് ആൻഡ് ബ്ലാക്ക് പാച്ചസ് അല്ല, മറിച്ച് നമ്മൾ ഇതിനെ പെർസീവ് ചെയ്യുന്നത് ഒരു ലൈൻ ആയിട്ടാണ്. സോ അതിനെയാണ് ലോ ഓഫ് കണ്ടിന്യൂവേഷൻ. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈൻ ആയിട്ട് ഇതിനെ പെർസീവ് ചെയ്യുന്നതാണ് നമുക്ക് ഇതിനകത്ത് എളുപ്പമായിട്ട് മനസ്സിലാവുന്നത്. ദെൻ ലോ ഓഫ് കോമൺ ഫേറ്റ്, ഒരുമിച്ച് പോകുന്നത് അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്നത് എല്ലാം ഒരേ ഗ്രൂപ്പാണ് എന്നാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ലോ ഓഫ് കോമൺ ഫേറ്റ്. അടുത്തത് ലോ ഓഫ് ക്ലോഷർ. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ ബാക്കി 3 ഏരിയയിൽ മിസ്സിംഗ് ഉണ്ടെങ്കിലും ഞാനതിനെ പെർസീവ് ചെയ്യുന്നത് ഒരു ക്ലോഷർ കൊടുത്തിട്ട് ഇത് ട്രയാങ്കിൾ ആണ് എന്ന് പെർസീവ് ചെയ്യുന്നതാണ് എനിക്ക് എളുപ്പം. ദെൻ ലോ ഓഫ് സിമിലാരിറ്റി. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ പറഞ്ഞു. അപ്പം മോട്ടിവേഷൻ, നമ്മുടെ പെർസെപ്ഷൻ എക്സ്പെക്റ്റൻസി, ദെൻ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സ്റ്റിമുലസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ കൾച്ചർ, ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നു. ദെൻ പെർസെപ്ഷൻ ഓഫ് ഡെപ്ത് പറയുമ്പോൾ അതിനകത്ത് മോണോക്കുലർ ക്യൂസ് ഉണ്ട്. മോണോക്കുലർ ക്യൂസിൽ റിലേറ്റീവ് സൈസ് പറഞ്ഞു, ടെക്സ്ചർ ഗ്രേഡിയൻ, ദെൻ ഏരിയൽ പെർസ്പെക്റ്റീവ്, ലീനിയർ പെർസ്പെക്റ്റീവ്, ഇന്റർപൊസിഷൻ, അക്കോമഡേഷൻ, മോഷൻ പാരലാക്സ്. ദെൻ ബൈനോക്കുലർ ക്യൂസ് പറയുമ്പോൾ റെറ്റിനൽ ഡിസ്പാരിറ്റി, കൺവേർജൻസ്. ദെൻ മൂവ്മെന്റ് പെർസെപ്ഷൻ, അത് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ്, മോഷൻ ആഫ്റ്റർ എഫക്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞു. ദെൻ അടുത്തത് സൈസ് പെർസെപ്ഷൻ നമ്മൾ പറഞ്ഞു. ദെൻ എറേഴ്സ് ഇൻ പെർസെപ്ഷനിൽ നമ്മൾ ഇല്യൂഷൻസ് പറഞ്ഞു. പോൺസോ ഇല്യൂഷൻ, മുള്ളർ ലെയർ ഇല്യൂഷൻ, എബിംഗ്വസ് ഇല്യൂഷൻ, മൂൺ ഇല്യൂഷൻ, ഇതിനെ പറ്റിയിട്ടെല്ലാം നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ സമ്മറൈസ് ചെയ്ത് പറഞ്ഞത്. സോ സെൻസേഷൻ, പെർസെപ്ഷൻ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സെൻസേഷൻ, ദെൻ 2 അപ്രോച്ചസ് ടു പെർസെപ്ഷൻ, ദെൻ ബോട്ടം അപ്പ് പ്രോസസ്സിംഗ്, അതായത് ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ്, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ,
ജസ്റ്റാർട്ട് പ്രിൻസിപ്പിൾസ്, ദെൻ മോണോക്ലോർ ക്യൂസ്, ബൈനോക്ലോർ ക്യൂസ്. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒന്നുകൂടി നിങ്ങളൊന്ന് സ്ലൈഡ്സിലൂടെ പോകണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ് അടുത്തൊരു ഇൻഫർമേഷൻ വരും. അപ്പം അതുവരെയ്ക്കും താങ്ക് യു.